ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ ശ്രീ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഭൂതാദിപം ഭുജഗപുങ്ക വിഭൂഷിതാംഗം വ്യാഘ്രാജിനംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലവിദ്യാ ഹസ്തം ഭജാമി ഭുവനേകപതിം ദയാർദ്രം. നമഃ ശിവായ. കൊയിലോക്കുന്നുമ്മിൽ പരദേവതാ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വേദിയിലും സദസ്സിലും ഉള്ള മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും മനസ്സ അവരുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിന് യോജിച്ച പ്രാദേശികവും ദേശീയവുമായ അവസ്ഥാന്തരങ്ങൾക്കനുസരിച്ച് യോജിച്ച സംസ്കാരം ഉണ്ടാവാറുണ്ട്. ആ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ് ആരാധനയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാതര പ്രവർത്തനങ്ങളും. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരും സനാതന ധർമ്മ വിശ്വാസികളാണ്. എന്താണ് സനാതനം? സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത്, എല്ലാ കാലത്തും പുതുമയോടുകൂടി നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാലത്തും പരിഷ്കരിക്കപ്പെടുന്നത് എന്നാണ് സനാതനം എന്ന വാക്കിന്റെ അർത്ഥം. നമ്മളെല്ലാവരും സനാതന വിശ്വാസികളാണ്. സനാതനധർമ്മമാണ് പിൽക്കാലത്ത് ഹിന്ദു ധർമ്മം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സനാതന വിശ്വാസികളുമാണ്. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും അടിത്തറയിലുള്ള ഒരു ഘടകമാണ് ആരാധനാ സമ്പ്രദായത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷം മുമ്പുണ്ടായിരുന്ന പല സംസ്കാരങ്ങളും, ഗ്രീസിലെ സംസ്കാരം, മെസപ്പൊട്ടോമിയയിലെ സംസ്കാരം, ബാബിലോണിയയിലെ സംസ്കാരം, തെക്കൻ അമേരിക്കയിലെ മായന്മാരുടെ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ചൈനീസ് സംസ്കാരം, അങ്ങനെ ഒട്ടനവധി സംസ്കാരങ്ങൾ ലോകത്തിലുണ്ടായിരുന്നു. ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ നശിച്ചു പോയിട്ടും ഭാരതത്തിലെ സനാതന സംസ്കാരം നിലനിൽക്കുന്നതും. എന്തുകൊണ്ടാണ് ഈ സംസ്കാരങ്ങളൊക്കെ നശിച്ചു പോയിട്ടും നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഇത് സനാതനമാണ് എന്ന വാക്ക്. സനാതനമായതുകൊണ്ടാണ് ഈ സംസ്കാരം നിലനിൽക്കുന്നത്. എല്ലാ കാലത്തും പരിഷ്കരിക്കപ്പെടുകയാണ്. എല്ലാ കാലത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. പുതിയതിനെ സ്വീകരിക്കാനും പഴഞ്ചനായ അപരിഷ്കൃതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കുന്നു. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നവൻ സ്വർഗത്തിലും വിശ്വസിക്കാത്തവർ നരകത്തിലും പോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ പറയുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല. പകരം നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന് യുക്തമായ ആചാരാനുഷ്ഠാനങ്ങളും ധാർമ്മികമായ ജീവിത രീതിയും പിന്തുടരണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് നമ്മുടേത് സനാതനമായതുകൊണ്ടാണ്. നമ്മുടെ ധർമ്മത്തിൽ, ഭാരതത്തിലെ കാലഗണനയിൽ നമ്മൾ 4 യുഗങ്ങളായിട്ടാണ് കാലത്തെ തിരിച്ചിട്ടുള്ളത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും ചേർന്നതാണ് ഒരു മന്വന്തരം. കൃതയുഗത്തിൽ എല്ലാവരും ധർമ്മിഷ്ഠരായിരുന്നു. പൂർണാർത്ഥത്തിൽ ധർമ്മം ഉണ്ടായിരുന്നു. ധർമ്മത്തിന് 4 കാലുകൾ ഉണ്ടായിരുന്നു. ധർമ്മം ഒരു ടേബിൾ ആണെങ്കിൽ, ഒരു മേശയാണെങ്കിൽ അതിന് 4 കാലുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും 100% ധർമ്മിഷ്ഠരായതുകൊണ്ട് എല്ലാവരും ദൈവതുല്യരായിരുന്നു, ദേവതമാർക്ക് തുല്യരായിരുന്നു. അതുകൊണ്ട് അന്ന് ക്ഷേത്രങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അടുത്ത യുഗം വന്നു, ത്രേതായുഗം. ത്രേതായുഗത്തിൽ ധർമ്മം 3/4 ഭാഗമാണ്.
കാൽഭാഗം അധർമ്മം കീഴടക്കി. ത്രേതായുഗത്തിലെ അവതാര പുരുഷനെ നമുക്കറിയാം. ശ്രീരാമൻ ത്രേതായുഗത്തിലെ അവതാര പുരുഷനാണ്. ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചിട്ടും രാക്ഷസന്റെ സ്വഭാവം കാണിച്ച രാവണന്റെ യുഗം കൂടിയാണ്. പിന്നീട് ദ്വാപരയുഗം വന്നു. ദ്വാപരയുഗമായപ്പോൾ ധർമ്മത്തിന് 4 കാലുകളില്ല, 2 കാലുകളാണ് ധർമ്മത്തിനുള്ളത്. ബാക്കിയുള്ള 2 കാലുകൾ അധർമ്മം കൊണ്ടുപോയി. അപ്പോൾ പകുതി ധർമ്മിഷ്ഠരും പകുതി അധർമ്മത്തിന്റെ ആൾരൂപങ്ങളും നിറഞ്ഞ ഒരു യുഗമായിരുന്നു ദ്വാപരയുഗം. അതിനുശേഷമാണ് കലിയുഗം. കലിയുഗത്തിൽ 1/4 ഭാഗം മാത്രമേ ധർമ്മമുള്ളൂ, 3/4 ഭാഗവും എന്താണ്? അധർമ്മമാണ്. അതുകൊണ്ട് ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു സാധാരണക്കാരായ ആളുകളുടെ ശേഷി കുറഞ്ഞു വരികയാണ്, ഗ്രാഹ്യശക്തി കുറഞ്ഞു വരികയാണ്, ഏകാഗ്രതയുടെ ശക്തി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഉപാസനയ്ക്ക് മാധ്യമങ്ങൾ വേണം. ഉപാസനയ്ക്ക് മാധ്യമങ്ങൾ വേണം എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞഭൂമിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യം തന്നെ യജ്ഞഭൂമിയിലാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത്. ദ്വാപരയുഗത്തിലാണ് ക്ഷേത്രങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം കലിയുഗത്തിലേക്ക് വന്നപ്പോൾ വ്യാപകമായി ക്ഷേത്ര ഉപാസന മാത്രമായി തീർന്നു. കൃതയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ ഉപാസനയുടെ പ്രധാനപ്പെട്ട രൂപം ധ്യാനമായിരുന്നു. അത് കുറഞ്ഞു വന്ന് കലിയുഗത്തിലെത്തിയപ്പോൾ ക്ഷേത്ര ഉപാസനയായി മാറി. നമ്മളെല്ലാം ക്ഷേത്ര ഉപാസകരാണ്. കലിയുഗത്തിൽ ക്ഷേത്ര ഉപാസനയും നാമസ്മരണയും ഭജനയും ഭക്തിയും മാത്രമാണ് മോക്ഷത്തിനുള്ള വഴി എന്ന് കൃത്യമായി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര പരിപാടികളിൽ പങ്കെടുക്കുക, ക്ഷേത്ര ഉപാസന നടത്തുക എന്നുള്ളത് കലികാലത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ പോകുമ്പോൾ എന്താണ് ക്ഷേത്രം, എന്തിനാണ് ക്ഷേത്ര ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്, എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കുകയും അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. നമ്മുടെ പ്രാദേശികമായ ക്ഷേത്രങ്ങളിൽ പോകും, പറശ്ശിനിക്കടവിൽ പോകും, ഗുരുവായൂരിൽ പോകും, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്. വലിയ ക്ഷേത്രങ്ങളിലുള്ള കെട്ടും മട്ടും പ്രാദേശികമായ ചെറിയ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറില്ല. അത് വിപുലീകരിച്ച് വലിയ ക്ഷേത്രങ്ങളായി തീരുമ്പോൾ അങ്ങനെ ആയി മാറും. ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ ബോധ്യം വന്നതിന് ശേഷമല്ല നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. നമുക്ക് പലപ്പോഴും അറിയില്ല. നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്താണ് പ്രദക്ഷിണത്തിന്റെ അർത്ഥം എന്ന് നമുക്കറിയില്ല. പ്രദക്ഷിണം എന്ന് പറയുന്നത് വലത് ഭാഗത്തേക്ക് ചുറ്റിത്തിരിയുന്നതാണ് പ്രദക്ഷിണം. ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ വലത് ഭാഗത്തേക്കാണ് കറങ്ങി വരുന്നത്. ക്ഷേത്രത്തിൽ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ ദേവതയ്ക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ആരാധനാക്രമമുള്ളത്. പൊതുവായി നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും ചെയ്യാറുള്ളത് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ് പൊതുവായി നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും പിന്തുടരുന്ന രീതി. പക്ഷെ എല്ലാ പ്രതിഷ്ഠകൾക്കും അങ്ങനെയല്ല. വിഷ്ണുവിന് 3, ദേവിക്ക് 4, ഭഗവതിക്ക് 4. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഈ പ്രദക്ഷിണം വരുന്നത്. ആദ്യത്തെ പ്രദക്ഷിണം, ഒന്നാമത്തത് നമ്മൾ ഭഗവാൻ അല്ലെ ഭഗവതിയെ കാണാനുള്ള അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ തിരക്കിട്ടൊരു അമ്പലത്തിൽ പോയി ഒരു പ്രാവശ്യം മാത്രം ചുറ്റി ഓടിക്കളയരുത്. ഒരു കാര്യമില്ല, അനുവാദം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തതാണ് നമ്മുടെ ആധികാരികമായ അനുവാദം വാങ്ങിയതിന് ശേഷം നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന 2ാമത്തെയും 3ാമത്തെയും റൗണ്ടിലാണ്. 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും പ്രദക്ഷിണം ചെയ്യണം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമായ രീതികളുണ്ടാവും. അത് പൂർണ്ണമായി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. നിശബ്ദമായി പ്രദക്ഷിണം ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ
ലോകകാര്യങ്ങളോ കുടുംബകാര്യങ്ങളോ ഒന്നും ചുറ്റമ്പലത്തിനുള്ളിൽ സംസാരിക്കാൻ പാടില്ല. ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നേരെ പുറകു ഭാഗത്ത് വന്ന് തമാശ പറയുന്ന ആളുകളുണ്ടല്ലോ, അത് പാടില്ല. കാരണം ഭഗവാന് ഭഗവതിക്ക് മുന്നോട്ടിങ്ങനെ നോക്കി ഇരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണുമെങ്കിലും എല്ലാ ഭാഗത്തും കണ്ണുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഉറപ്പിച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ക്ഷേത്ര സങ്കേതം എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്, ഒരു ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ക്ഷേത്രം. ഈ ഊർജം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ആരാധനയുടെ ഉപാസനയുടെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ആരാധനയുടെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ ഈ ഊർജം സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുറ്റുവട്ടത്തും ഒരേ രീതിയിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒരു ഭഗവതിയുടെ ഈ ശക്തി എന്ന് പറയുന്നത്. അതിന് മുൻഭാഗം പിൻഭാഗം അല്ലെങ്കിൽ ഇടത്ത് വലത്ത് എന്നൊന്നുമില്ല, എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരുപോലെ തന്നെ നമ്മൾ ഭക്തിസാന്ദ്രമായി നിശബ്ദമായി നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി വേണം പ്രദക്ഷിണം ചെയ്യാൻ. അപ്പോൾ ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ ഒരു ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ അല്ലെങ്കിൽ ദേവതയെ പ്രതിഷ്ഠിച്ചത് നമ്മൾ കാണും. നിൽക്കുന്ന രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്ന രൂപത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ദേവന്റെ ഒരു ചൈതന്യം അല്ലെങ്കിൽ ദേവന്റെ ഒരു സാന്നിധ്യം അവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ദേവന്റെ ചൈതന്യം എന്ന് പറയുന്നത്, ദേവന്റെ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഗോപുരത്തിൽ നിന്ന് ഗർഭഗൃഹം വരെ നീണ്ടുകിടക്കുന്ന ഈ ഏരിയ മുഴുവൻ തന്നെ ദേവന്റെ ശരീരമാണ്. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളശ്ചൈവ ബാഹുശ്ചൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജംഗയോഹോ ഗോപുരം ദേവപാദം സ്യാത് യത് ദേവം ലക്ഷണം ശുഭം എന്നാണ്. ദേവന്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ശിരസ്സാണ്. ദേവന്റെ തലയാണ് ഗർഭഗൃഹം. അതിന് പുറത്തുള്ള അന്തരാളം, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റിലും ഒരു നടന്നു പോകാൻ മാത്രം വഴിയുള്ള രീതിയിൽ ഒരു ഇടനാഴി പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് അന്തരാളം. അത് ദേവന്റെ മുഖമാണ്. അന്തരാളം എന്ന് പറയുന്നത് ദേവന്റെ മുഖമാണ്. പിന്നെയോ മണ്ഡപം ദേവന്റെ കഴുത്താണ്. ഗളം, മണ്ഡപം ദേവന്റെ കഴുത്താണ്. സുഖാസനം ഗളശ്ചൈവ. ക്ഷേത്രത്തിന്റെ നാലമ്പലം എന്ന് പറയുന്നത് ദേവന്റെ കൈകളാണ്. ദേവന്റെ കൈകളാണ് ഈ നാലമ്പലം എന്ന് പറയുന്നത്. പുറത്ത് നമ്മളെ പ്രദക്ഷിണ വഴി ദേവന്റെ അല്ലെങ്കിൽ ദേവതയുടെ കുക്ഷി സ്ഥലമാണ്, നാഭിയാണ്. പിന്നെയോ ദേവന്റെ കാൽമുട്ടുകൾ ആണ് ചുറ്റുമതിൽ എന്ന് പറയുന്നത് ദേവന്റെ കാൽമുട്ടുകളാണ്. ദേവന്റെ പാദമാണ് ഗോപുരം. അപ്പോ ദേവൻ ശരിക്കും നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കുകയാണ്. ദേവന്റെ ശിരസിന്റെ ഭാഗത്ത് പ്രതിഷ്ഠ കാണാം. ഗോപുരം വരെ ദേവന്റെ ശരീരമാണ്. അതുകൊണ്ട് ഗോപുരത്തിന്റെ അപ്പുറത്ത് മാത്രമേ നമ്മൾ എന്ത് വെക്കാവൂ? പാദരക്ഷകൾ വെക്കാൻ പാടുള്ളൂ. ചെരുപ്പിട്ട് ഗോപുരത്തിന്റെ ഇപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെരുപ്പിടുകയാണെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ തുപ്പുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദേവന്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ആ ഒരു ബോധ്യത്തിലുമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് പണിതീർത്തിട്ടുള്ള ഒരു ആരാധനാ സങ്കേതമാണ് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ തന്നെ ഷഡാധാര പ്രതിഷ്ഠയാണ് ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത്. ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനി ശക്തി, നമ്മുടെ സുഷുപ്നയുടെ ഉള്ളിലുള്ള ഒരു കുണ്ടലിനി ശക്തിയുണ്ട്. നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിൽ താമരനൂല് പോലെയുള്ള ഒരു സുഷുപ്നാ നാഡി ഉണ്ട് എന്നും, ആ സുഷുപ്നാ നാഡിക്ക് ഇടതും വലതുമായി ഇട പിങ്കള എന്നുള്ള 2 നാഡികളുണ്ടെന്നും, ഈ സുഷുപ്നാ നാഡിയുടെ ഏറ്റവും അടിയിൽ 3.5 ചുറ്റുള്ള പാമ്പിന്റെ രൂപത്തിലുള്ള കുണ്ടലിനി ശക്തിയെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള സഹസ്രദള പത്മത്തിൽ എത്തിക്കുന്ന പ്രക്രിയയാണ് യോഗം, ധ്യാനം എന്നും
ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവും. എന്നാൽ അടിസ്ഥാനപരമായി ഇതാണ്: 3.5 ചുറ്റുള്ള പാമ്പിന്റെ രൂപത്തിൽ നമ്മളുടെ കുണ്ടലിനി ശക്തി നമ്മുടെ ശരീരത്തിന്റെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അതിനെ ഉണർത്തി 6 ഘട്ടങ്ങളിലൂടെ മുകളിലെത്തിക്കണം. മൂലാധാരം, സൂക്ഷ്മാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ ചക്രങ്ങളിലൂടെ മുകളിലെത്തിക്കണം. ഇതാണ് പണ്ടുള്ള ആളുകൾ നാമം ജപിക്കുമ്പോൾ ചൊല്ലുന്ന പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് 6 പടിയുള്ള ഒരു അമ്പലത്തിൽ കയറി ശിവന്റെ പ്രതിഷ്ഠ കാണുക എന്നുള്ളതല്ല. നമ്മുടെ സഹസ്രദള പത്മത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ടുവന്ന് എല്ലാ വിധത്തിലുള്ള കഴിവുകളും നേടി ആത്മസാക്ഷാത്കാരം നേടുന്ന ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ആ ഒരു ചെറിയ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രക്രിയ നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ യോഗ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ക്ഷേത്രത്തിലൊക്കെ നടത്തുന്ന പ്രതിഷ്ഠയും ഇത്തരത്തിൽ ഷഡാധാര പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിൽ ബിംബത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ ആധാരശിലയുണ്ടാവും. ഏറ്റവും അടിയിൽ ആധാരശില എന്ന് പറയുന്നത് മൂലാധാരവും സ്വാധിഷ്ഠാനവുമാണ്. അതേപോലെ ഒരു നിധി കുംഭം വെക്കും, ഒരു കുടത്തിൽ നിധി വെക്കും. ആ നിധി എന്ന് പറയുന്നത് മണിപൂരകം എന്ന് പറയുന്ന നമ്മുടെ ഷഡാധാര ചക്രമാണ്. അതിൻ്റെ മുകളിൽ പത്മവും കൂർമ്മവും ഉണ്ടാവും, അത് അനാഹൃതമാണ്. അതിനും തൊട്ടുമുകളിൽ യോഗനാളം ഉണ്ടാവും, അത് വിശുദ്ധിയാണ്. അതിൻ്റെ തൊട്ടുമുകളിൽ നപുംസകശിലയുണ്ടാവും. ആ നപുംസകശില എന്ന് പറയുന്ന ആജ്ഞാചക്രത്തെ ദ്യോതിപ്പിക്കുന്നു. ഈ ആജ്ഞാചക്രത്തിന്റെ മുകളിലാണ് പ്രതിഷ്ഠ നടക്കുക. അതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പ്രധാനപ്പെട്ട വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠ അങ്ങനെയാണ്. നമ്മുടെ ഗ്രാമ്യ ക്ഷേത്രങ്ങളിലെയും താന്ത്രിക വിധിപ്രകാരമുള്ള പ്രതിഷ്ഠ അങ്ങനെ തന്നെയാണ്. ക്ഷേത്ര ദേവതയ്ക്ക് സ്ഥൂല ശരീരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സൂക്ഷ്മ ശരീരവുമുണ്ട്. സ്ഥൂല ശരീരത്തിൽ 10 ദിക്പാലകന്മാർ, 7 സപ്തമാതൃക്കൾ, ഗണപതി, വീരഭദ്രൻ, അങ്ങനെ 19 ക്ഷേത്ര ബലിക്കല്ലുകൾ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അതൊന്നും ചവിട്ടാൻ പാടില്ല. അഥവാ ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കാനും പാടില്ല, അതായത് തൊടാൻ പാടില്ല. ചിലപ്പോൾ ചവിട്ടിപ്പോവും, അപ്പം എന്ത് ചെയ്യും? തൊട്ട് തലയിൽ വെക്കും. അങ്ങനെ പാടില്ല, ചവിട്ടാൻ പാടില്ല. ചവിട്ടിപ്പോയാൽ തന്നെ ഒരു പശ്ചാത്താപ പ്രകടനം എന്നുള്ള നിലയ്ക്ക് അത് തൊട്ട് തലയിൽ വെക്കേണ്ട ആവശ്യവുമില്ല. ക്ഷേത്ര ദേവതയുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ശ്രീകോവില് പ്രതിഷ്ഠ ഈ ഷഡാധാരവുമാണ്. അങ്ങനെ അത്രയും ശാസ്ത്രീയമായി തയ്യാർ ചെയ്തിട്ടുള്ളതാണ് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിൽ നിന്ന് വരുന്ന ഊർജത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്. മനഃശുദ്ധിയോടുകൂടി എല്ലാവരും ക്ഷേത്രത്തിൽ പോവുക. അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ഒരു എനർജി നമുക്ക് ലഭിക്കും. ആ എനർജിയിലൂടെ ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോ ഭക്തന്റെയും ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ വ്യക്തിയുടെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ എല്ലാം തന്നെ സമഗ്രമായ മാറ്റങ്ങളെ വരുത്തുന്നതിന് വേണ്ടി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ക്ഷേത്ര ആചാരങ്ങളെല്ലാം തന്നെ, ക്ഷേത്ര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ. അതെല്ലാം നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവൂ. പ്രാദേശികമായി ഓരോ പ്രദേശത്തിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച്, ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ചാണ് ഉപാസനാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ ദ്വാരകയിലുണ്ടായിരുന്ന വിഗ്രഹമാണ് മഹാവിഷ്ണുവിന്റെ. ആ വിഗ്രഹമാണ് ഗുരുവും വായുവും കൂടി സഞ്ചരിച്ചതാണ്. എവിടെയാണ് ഇത് പ്രതിഷ്ഠിക്കുക? അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് മമ്മിയൂർ എന്ന സ്ഥലത്തെത്തിയത്. മമ്മിയൂരിലെ ഒരു മഹാശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് അതിന് പറ്റിയ സ്ഥലമാണെന്ന് കണ്ട് ആണ് ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ആ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചത്. അതാണ് പിൽക്കാലത്ത് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചതായതുകൊണ്ട് ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഓരോ പ്രദേശത്തിലും യോജിച്ച രീതിയിലാണ് പ്രതിഷ്ഠ. അത് ആ ഗ്രാമത്തിന്റെ ചൈതന്യത്തിനും ഗ്രാമത്തിന്റെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ആ പ്രതിഷ്ഠ ആചാര്യന്മാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ആ ഗ്രാമത്തിലെ ദേവതയെ ആണ് ഉപാസിക്കേണ്ടത്.
നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പോകില്ല, ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂവിലുണ്ടാവും. ഒരു കാര്യമില്ല. അവനവന്റെ ഗ്രാമത്തിലെ പ്രദേശത്തെ ക്ഷേത്രത്തിൽ ഉപാസന ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. കാരണം ഇവിടെയുള്ള ആളുകളുടെ ഉപാസന മൂർത്തിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ളത്. ഇതിനെ ആരാധിക്കാതെ ഇവിടുത്തെ ഉപാസന നടത്താതെ ഒരു ക്ഷേത്രത്തിൽ പോയത് കൊണ്ടും ഒരു വിശേഷ കാര്യവുമില്ല. ഇവിടെ പോയതിനു ശേഷം മറ്റെവിടെ പോയാലും നല്ലതാണ്. അങ്ങനെ വ്യക്തിപരമായി സമഗ്രമായി ഉയരുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് സനാതനധർമ്മം. അതിൻ്റെ ഒരു ഭാഗമാണ് ക്ഷേത്രാചാരങ്ങൾ. വ്യക്തിപരമായി ഉയരുമ്പോൾ തന്നെ നമ്മുടെ ആചാരത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ധർമ്മം എന്താണ് എന്ന് നേരത്തെ പറഞ്ഞു, സനാതനധർമ്മം. ഈ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം ഗ്രന്ഥം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു മുസ്ലിം സഹോദരനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ അടിസ്ഥാന ഗ്രന്ഥം? ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറയും, വിശുദ്ധ ഖുർആനാണ് ഞങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം. ഒരു ക്രിസ്ത്യൻ സഹോദരനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ അടിസ്ഥാന ഗ്രന്ഥം? ബൈബിളാണ് എന്ന്, വിശുദ്ധ ബൈബിളാണ് എന്ന് ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറയും. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ 1,000 ഉത്തരമാണ് നമ്മുടെ വായിൽ നിന്ന് വരിക. രാമായണമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, മഹാഭാരതമാണ് എന്ന് കുറെ ആളുകൾ പറയും, ഭഗവത്ഗീതയാണ് എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. ഉപനിഷത്താണോ, ആരണ്യകങ്ങളാണോ, പുരാണങ്ങളാണോ? എന്താണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം? നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. വേദങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. വിദ് എന്ന ധാതുവിൽ നിന്നാണ്, സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള വാക്ക്, ദേവൻ എന്നുള്ള വാക്ക്, വിദ്യ എന്നുള്ള വാക്ക് എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വേദം അറിഞ്ഞിരിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഓരോ ഭാരതീയന്റെയും ദൗത്യമാണ്, ഡ്യൂട്ടിയാണ്. കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, കേട്ട ആളുകളും ഉണ്ടാവില്ല. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം 4 വേദങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വരാക്ഷരങ്ങൾ അ ആ ഇ ഈ ഉ ഊ അങ്ങനെ 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങൾ അടങ്ങിയ 51 മലയാളം അക്ഷരങ്ങൾ നോക്കൂ. ഈ അക്ഷരങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഏതാണ്ട് തുല്യമാണ്. തമിഴിലാണ് കുറച്ച് അക്ഷരങ്ങൾ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. അ ആ ഇ ഈ മുതൽ അം അഹ് വരെയുള്ള അക്ഷരങ്ങൾ അങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആദിത്യൻ, അങ്കിരസ് തുടങ്ങിയ 4 മഹാമുനിമാരുടെ മനസ്സിൽ ഈശ്വരൻ കൊടുത്തിട്ടുള്ളതാണ് ഈ അറിവ്. വാക്കിലൂടെയായിരുന്നു അതിന്റെ പ്രചരണം, വാമൊഴിയിലൂടെയാണ് എല്ലാം വന്നത്. നമ്മുടെ വടക്കം പാട്ടുകളൊക്കെ വാമൊഴിയിലൂടെയാണ് വന്നത്, ആരും എഴുതി വെച്ചതല്ല. നമ്മുടെ അമ്മമാർ, സഹോദരിമാർ വയലേലകളിൽ നെല്ല് കൊയ്യുന്ന സമയത്തും ഞാറ് പറിക്കുന്ന സമയത്തും ഞാറ് നടുന്ന സമയത്തും ഒക്കെ തന്നെ ആ ശ്രമകരമായ ജോലിയുടെ ഭാഗമായി പാടിയിരുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. തെക്കൻ പാട്ടുകളുമുണ്ട് അപ്പുറം. അതേപോലെ ഈ വേദങ്ങളെല്ലാം തന്നെ, അറിവായിട്ടുള്ള വേദങ്ങളെല്ലാം തന്നെ വാമൊഴിയായിട്ടാണ് പിന്നീട് ലോകത്തിൽ പ്രചരിച്ചിട്ടുള്ളത്. അങ്ങനെ വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. വേദങ്ങളിൽ സമഗ്രമായി നമ്മുടെ ജീവിത പദ്ധതി വരച്ചു വെച്ചിരിക്കുന്നു. എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും അത് പിന്തുടരാം. എല്ലാ മതക്കാർക്കും, ലോകത്തിലെ സകല മനുഷ്യനും അത് പിന്തുടരാം. മനുർഭവ 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 എന്നാണ് വേദങ്ങൾ പറയുന്നത്. മനുഷ്യനായി തീരൂ, ഹിന്ദുവായി തീരൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഹിന്ദു എന്നുള്ള വാക്ക് പോലും വേദങ്ങളിലില്ല, ഉപനിഷത്തുകളിലില്ല, പുരാണങ്ങളിലില്ല, നമ്മുടെ ഇതിഹാസങ്ങളിലില്ല. പിന്നീട് വിദേശികളാണ് നമ്മളെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചത്. ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് വിദേശികളാണ് വിളിച്ചത്. ഉത്തരം യത് സമുദ്രസ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷ്യതേ. ഉത്തരം അതായത് വടക്ക് മുതൽ തെക്ക് വരെ പടർന്നു കിടക്കുന്ന ഈ വലിയ ഭൂവിഭാഗത്തിൽ താമസിക്കുന്ന ആളുകളുടെ പേരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് ഹിന്ദുക്കൾ താമസിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് ഇക്ബാൽ 1929 സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മഹത്തരമായ രാജ്യം എന്റെ ഹിന്ദുസ്ഥാനാണ് എന്ന് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്.
അങ്ങനെ സമഗ്രമായി ജീവിക്കാൻ വേണ്ടിയുള്ള, ജീവിതത്തിന് വേണ്ടിയുള്ള രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുവിൻ്റേത്, സനാതന ധർമ്മത്തിൻ്റേത്. അതിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ്. വേദങ്ങളിൽ കൃത്യമായി ഒരു മനുഷ്യൻ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളും കുടുംബപരമായി ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യമായി ചെയ്യേണ്ട കാര്യങ്ങളും, ഒരാൾ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. 5 യജ്ഞങ്ങൾ. 5 യജ്ഞങ്ങളിൽ ഒന്നാമത്തത് ബ്രഹ്മയജ്ഞമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം എന്തെങ്കിലും കുറെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട്, അടിസ്ഥാനപരമായി നമ്മുടെ ധർമ്മത്തിന്റെ കുറെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ക്ഷേത്രാചാരങ്ങളുടെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി, വൈയക്തികമായി, സാമൂഹ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. രാവിലെ ആണ് ബ്രഹ്മയജ്ഞം. നമ്മളൊക്കെ എത്ര മണിക്കാണ് ഉണരുക? എല്ലാവരും സ്വയം ചോദിച്ചാൽ മതി, എത്ര മണിക്കാണ് ഓരോരുത്തർ ഉണരുക എന്നുള്ളത്. നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം എന്നാണ്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഉണരുന്ന സമയം. ബ്രഹ്മാവ് ഉണരുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുന്ന സംഭവമല്ല. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തലച്ചോറാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശിരസ് ഉണരുന്ന സമയം 3:30 മുതൽ രാവിലെ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉണർന്ന്, കിളികൾ ശബ്ദമുണ്ടാക്കുന്നു, കോഴി കൂവുന്നു, ആലയിലെ പശു എണീറ്റ് നിൽക്കുന്നു. എല്ലാ അന്തരീക്ഷവും ഉണർന്ന അവസ്ഥയിലേക്ക്, സൂര്യന്റെ കിഴക്ക് ഭാഗത്ത് സൂര്യന്റെ അരുണവർണ്ണം പൊന്തി വരുന്നു. അല്ലേ? അങ്ങനെയാണ് കവിയുടെ വർണ്ണന. അങ്ങനെയാണ്. സൂര്യന്റെ തേരാളിയുടെ പേരാണ് അരുണദേവൻ. അരുണൻ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ളവൻ. അരുണവർണ്ണം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറം. അരുണനാണ് സൂര്യന്റെ തേരാളി എന്ന് പറഞ്ഞാൽ സൂര്യൻ വരുന്നതിന് മുമ്പ് ആദ്യം എന്ത് വരുന്നു? ചുവപ്പ് നിറം വരുന്നു. കാവ്യാത്മകമായിട്ടുള്ള വിവരണമാണ്, വ്യക്തിത്വവൽക്കരണമാണ്. അതായത് സംഭവത്തെയോ വസ്തുക്കളെയോ വസ്തുതകളെയോ വ്യക്തിയുടെ രൂപത്തിൽ കാണുക. കുമാരനാശാൻ കവിത എഴുതിയ കൊലായിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് ഒരു പുഷ്പം ഞെട്ടറ്റ് താഴെ വീഴുമ്പോഴാണ് ഹാ പുഷ്പമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണപ്പൂവ് എന്നുള്ള മഹാകാവ്യം എഴുതിയത്. അപ്പോൾ പൂവൊരു വ്യക്തിയാണോ? അല്ല, പൂവിനെ വ്യക്തിത്വവൽക്കരിക്കുകയാണ്, പേഴ്സോണിഫിക്കേഷൻ. അങ്ങനെയാണ്. ആ പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഈ കാളിദാസന്റെ മേഘസന്ദേശവും ഒക്കെ തന്നെ. നള ദമയന്തിമാരുടെ പ്രണയ സല്ലാപത്തിൽ ഹംസം പ്രണയ ദൂതുമായി പോകുന്ന കഥയൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ബ്രാഹ്മമുഹൂർത്തം രാവിലെ എഴുന്നേൽക്കുക. ഏറ്റവും ചുരുങ്ങി ഒരു 5 മണിക്കെങ്കിലും എണീക്കുക എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇരുന്ന ഇരിപ്പില് കൈകളിലേക്ക് നോക്കുക. പെട്ടെന്ന് ചാടി എണീറ്റ് പോകരുത്, ഉരേന്നൊക്കെ ഞെട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൈകളിലേക്ക് നോക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മിയേ, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം, കരമൂലേ തു ഗോവിന്ദ എന്നും പറയാം. കൈയിലേക്ക് നോക്കുക. ഈ കൈകളാണ് എന്നെ രക്ഷിക്കുന്നത്. ഈ കൈകളിലൂടെ അധ്വാനിച്ചാണ് ഞാൻ എൻ്റെ ധനമെല്ലാം നേടിയെടുക്കുന്നത്. ഈ കൈകൾ മഹത്താണ്. ഈ കൈകളിൽ ചിത്രം വരയ്ക്കാനും എഴുതാനും കവിതകൾ എഴുതാനും എല്ലാത്തിനും പ്രാപ്തിയുള്ള സംഗതിയാണ് എൻ്റെ കൈകൾ. ഈ കൈകളിൽ ആരുണ്ട്? മഹാലക്ഷ്മിയുണ്ട്, മഹാവിഷ്ണുവിണ്ട്, സരസ്വതിയുണ്ട്, ഗൗരിയുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഈ കൈകളെ ആണ് ഞാൻ ആദ്യം തന്നെ രാവിലെ എണീറ്റ് പാട് കണ്ണു തുറന്ന് കാണുക. അതാണ് കരവന്ദനം. രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റിക് എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക, നിശ്ചലോർജം. രാവിലെ ഉണരുന്ന സമയത്ത് പെട്ടെന്ന് എണീറ്റ് പോകുമ്പോൾ അത് ഗതികോർജമായി മാറുന്നു. അപ്പൊ നമ്മൾ വലത്തെ കൈ എന്ത് ചെയ്യുന്നു? നിലത്ത് തൊട്ട് ഭൂമി വന്ദനം ചെയ്യും. ശിരസിലേക്ക് കൈ കൊണ്ടുപോകും. എന്നിട്ട് പറയും, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണു പത്നിം നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമ. അല്ലയോ സമുദ്രത്തിൽ വസിക്കുന്ന ഭൂമിദേവി, പർവ്വതങ്ങളാവുന്ന സ്ഥലങ്ങളുള്ള നദികളാവുന്ന ചേലയുടുത്ത ഭൂമിദേവി, അങ്ങേ ഞാൻ ചവിട്ടാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണമേ. എത്ര ഉദാത്തമായ സങ്കല്പമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലേതെങ്കിലും സംസ്കാരത്തിലുള്ള ആളുകൾ ഭൂമിയെ ചവിട്ടാൻ പോകുമ്പോൾ തൊട്ട് തലയിൽ വെക്കുന്ന ഏർപ്പാടുണ്ടോ?
എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ തൊട്ട് തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉണർന്നെഴുന്നേറ്റ് പോവുകയാണ്. പല്ല് തേക്കുന്നു അല്ലേ? പല്ല് തേക്കുമ്പോൾ ഒക്കെ മന്ത്രം കേട്ടോ. ക്ലീം കാമദേവായ നമഃ. മുഖം കഴുകുന്നു. ക്ലീം കാമദേവായ നമഃ എന്ന് പറയുന്നത്, കാമദേവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, എല്ലാവരെയും എനിക്ക് ആകർഷിക്കാൻ സാധിക്കണമേ എന്നാണ് പറയുന്നത്. ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. ഞാൻ കൃഷ്ണനായി തീരണമേ. കറുത്ത നിറമുള്ളവൻ എന്നുള്ളത് അല്ല എന്നുള്ളൊരു മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ആകർഷിക്കുന്നവനാണ്. അപ്പോ ക്ലീം കാമദേവായ നമഃ. നല്ല വായുനാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുകൂടി പോകും. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ ഓട്ടോറിക്ഷ വിളിച്ച് പറഞ്ഞൊളിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്ലീം കാമദേവായ നമഃ. എനിക്ക് സുഗന്ധം ഉണ്ടാവണേ, എൻ്റെ സംസാരത്തിന് എനിക്ക് വായുനാറ്റമൊന്നും ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ചുരുക്കം. ഓം സർവജനപ്രിയായ നമഃ. മോൻ കഴുകുക. എന്തിന്? എല്ലാവർക്കും പ്രിയമുള്ള ആളായിത്തീരട്ടെ ഞാൻ. അതിനുശേഷം നമ്മൾ കുളിക്കും അല്ലേ? കുളിക്കുമ്പോൾ പല ആളുകളും പാട്ടയിൽ വെള്ളം എടുത്തിട്ട് കുളിമുറിൻ്റെ 4 ഭാഗത്തും ഒഴിക്കും. അവനവൻ്റെ ശരീരത്തിൽ വെള്ളം ഉണ്ടാകില്ല, കുളിമുറിൻ്റെ 4 ചുമരും നനയും. ചിലരൊക്കെ ഷവറിലാണ് കുളിക്കുക. ബക്കറ്റിൽ വെള്ളം ഒഴിക്കുക, എന്നിട്ട് സാവധാനത്തിൽ പാട്ടയിൽ വെള്ളം എടുത്ത് തലയിൽ കൂടി ഒഴിക്കുക. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ വെള്ളം ശുദ്ധമാക്കുകയാണ്. വെള്ളമെടുത്ത് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആ വെള്ളത്തിൽ തന്നെ ഒഴിക്കുക. അതായത് നമ്മുടെ എല്ലാ നദികളെയും സ്മരിച്ചുകൊണ്ട് ഈ വെള്ളത്തെ പവിത്രമാക്കി കുളിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യും? കുറച്ച് വെള്ളമെടുത്ത് ഓം ദേവാം സ്തർപ്പയാമി, ഓം ദേവഗണാം സ്തർപ്പയാമി. പിന്നെയും വെള്ളം എടുക്കുക. ഓം ഋഷിം സ്തർപ്പയാമി, ഓം ഋഷിഗണാം സ്തർപ്പയാമി, ഓം പിതൃം സ്തർപ്പയാമി, ഓം പിതൃഗണാം സ്തർപ്പയാമി. അതായത് ദേവന്മാർക്ക്, ഋഷിമാർക്ക്, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയാണ്. അതിനുശേഷം സാവധാനത്തിൽ വെള്ളം ഒഴിച്ച് കുളിച്ച് ആണ് നമ്മൾ പോകുന്നത്. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി പോവുക. പൂജാമുറി പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരുപാട് ഫോട്ടോ ഉണ്ടാവും. സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, സരസ്വതി, വിഷ്ണു, നമ്മളെ പ്രദേശത്തുള്ള ദേവൻ, അങ്ങനെ പലരും. ഇവർ ഒരാളെ ചന്ദനത്തിരി എടുത്ത് ഇങ്ങനെ കളിക്കുന്നേരോ മറ്റയാൾ എന്ത് വിചാരിക്കുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുക. മറ്റയാൾക്ക് അലമ്പാകുക എന്ന് വിചാരിച്ച് അയാൾ ഇന്ന് ചുറ്റി മരണക്കളിയാണ്. ഇതൊക്കെ ഓരോരുത്തരും കുത്തിരിക്കുകയാണല്ലോ നമ്മളെ ചോരുമ്പോൾ. അങ്ങനെ ഒരു ചിന്ത നമ്മളെയൊക്കെ മനസ്സിലുണ്ട്. ഓരോന്നും വ്യത്യസ്ത ആളുകളാണ് ഈ നിരന്നിരിക്കുന്നത്. നമ്മളൊക്കെ മരണപ്പെട്ടു പോയ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. ഈശ്വരൻ രണ്ടില്ലാത്ത വിധം ഒന്നാണ്. ഈശ്വരൻ 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, 8 അല്ല, 9 അല്ല, 10 അല്ല, ഒന്നേയുള്ളൂ എന്ന് ഋഗ്വേദം പറയുന്നു. ഒറ്റൊന്ന്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്തായത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പണ്ഡിതന്മാർ പലതായി വ്യാഖ്യാനിക്കുന്നു അല്ലേ? പല പേരിൽ വിളിക്കുന്നു. രാവിലെ അരി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കുന്നു. 11 മണിക്ക് ഒരു ദോശയും ചായയും കഴിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു. 4 മണിക്ക് നെയ്യപ്പം ചായയും കഴിക്കുന്നു. രാത്രി വീണ്ടും പത്തിരിയോ ചോറോ എന്തും കഴിക്കുന്നു. രാവിലെ നമ്മൾ എന്തായാലും ചായൻ്റെ കടിയെന്ന് ചോദിച്ചാൽ ചായ അരിയാന്ന് നമ്മൾ പറയില്ല. ചായയും പുട്ടും ചായ. 11 മണിക്ക് അരിയാന്ന് പറയലുണ്ടോ? ഇല്ല, അതിന് വേറൊരു പേരാ. ദോശ എന്നുള്ള പേരിട്ടിട്ടുണ്ട്. ഉച്ചക്കത്തേന് വേറൊരു പേര് ചോറ്. 4 മണിക്ക് വേറൊരു പേര് നെയ്യപ്പം. എല്ലാത്തിൻ്റെ എസൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എല്ലാം അരിയാണ്. എല്ലാം അരിയാണ്. എല്ലാ ദേവതമാരുടെയും ആത്യന്തിക സത്ത എന്ന് പറയുന്നത് ഒന്നാണ്. ഒരേ ഒരു കാര്യമാണ്. എന്നെ തന്നെ എൻ്റെ അച്ഛൻ മകനെന്ന് വിളിക്കുന്നു, എൻ്റെ മകൻ എന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ ഭർത്താവായി കാണുന്നു, എൻ്റെ മരുമക്കൾ എന്നെ അമ്മാവനെന്ന് വിളിക്കുന്നു, എൻ്റെ സഹോദരിമാർ എന്നെ അനിയനായി കണക്കാക്കുന്നു. എല്ലാം ഞാൻ തന്നെയാണ്. ഓരോരുത്തർക്കും എന്നോടുള്ള മനോഭാവത്തിലും സങ്കല്പത്തിലും വ്യത്യാസമുണ്ടാവും. പക്ഷെ ഞാൻ ആരാണ്? ഞാനാണ്. അത് തന്നെയാണ് ഈശ്വരൻ. ഓരോ ആളുകളല്ല, ഒരേ ഒരു ശക്തി ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ പേരാണ് പ്രണവം. അതാണ് ഓം. ആ ഓംകാരത്തിന്റെ വ്യത്യസ്ത ഭാവരൂപങ്ങളാണ് നമ്മുടെ ദേവതമാർ. നമ്മളിപ്പോ വീട്ടിൽ പായസം ഉണ്ടാക്കണമെങ്കിൽ
സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ പ്രഥമനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് വാങ്ങും? പരിപ്പ് കുറച്ച് വാങ്ങും, ശർക്കര വാങ്ങും, അതിലിടാനുള്ള അണ്ടിപ്പരിപ്പ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങും അല്ലേ? നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി പായസത്തിനുള്ള സാധനമാകുന്ന കൂട്ടത്തിൽ ഒരു ചാക്ക് മൈദ നമ്മൾ വാങ്ങില്ലല്ലോ. എന്നാൽ പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വേറെന്തെങ്കിലും ഐറ്റംസ് വാങ്ങുമോ? ഇല്ല. അതല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് മൊത്തം നമ്മൾ വിലയ്ക്ക് വാങ്ങുമോ? എനിക്കൊരു പായസം ഉണ്ടാക്കണം, എന്നാൽ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഞാൻ വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ പായസം വെക്കാനുള്ള ഐറ്റംസേ വേണ്ടിയൂ. സൂപ്പർ മാർക്കറ്റ് മൊത്തം വേണ്ട. ഈശ്വരൻ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഈ ദേവതകളൊക്കെ. നമുക്ക് വിദ്യയാണ് വേണ്ടതെങ്കിൽ ഈശ്വരന്റെ സരസ്വതി എന്നുള്ള ഭാവത്തെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ധനമാണ് വേണ്ടതെങ്കിൽ ഈശ്വരന്റെ മഹാലക്ഷ്മി ഭാവമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ശക്തിയാണ് വേണ്ടതെങ്കിൽ ഈശ്വരന്റെ ദുർഗ അല്ലെങ്കിൽ പാർവതി സങ്കല്പമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായി അല്ലേ? രോഗം വന്നാലൊക്കെ ആരെയാ പ്രാർത്ഥിക്കുക? അശ്വിനി ദേവന്മാരെയാ പ്രാർത്ഥിക്കുക അല്ലേ? മരണഭയമൊക്കെ ഉള്ള ആളുകള് ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ വന്ദനാൻ മൃത്യോർമുക്ഷിയമാമൃതാത്. മൃത്യുഞ്ജയ മന്ത്രം മഹാദേവനെയാണ്. അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത ഭാവങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങളിലാണ് നമ്മുടെ ആരാധന. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട. പൂജാമുറിയിൽ പോയാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, എല്ലാം ഒന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവതയുടെ ഫോട്ടോ മാത്രം മതി. പ്രാദേശികമായുള്ള നമ്മുടെ ദേശദേവതയുടെ ഫോട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയുടെ ഫോട്ടോ മതി. ആ പൂജ മതി. ഏത് ക്ഷേത്രത്തിലും പോകാം, എവിടെയും പോകാം. അല്ലാതെ നിങ്ങൾ ഒരു വീട്ടിലെ മുഴുവൻ ചുമരുകളും അലങ്കരിച്ചാലും ഈ ദേവതമാരുടെ ഫോട്ടോ മതിയാവില്ല, സ്ഥലം മതിയാകില്ല. അത്രയും രൂപങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട്. അതുകൊണ്ട് പൂജാമുറിയിൽ പോയാലും ഇല്ലെങ്കിലും കുറച്ച് ഭസ്മം എടുക്കുക. രാവിലെ കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മൃഗമുദ്ര, മൃഗം എന്ന് പറഞ്ഞാൽ മാൻ, മൃഗമുദ്ര അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു മൃഗമുദ്രയാണ്. അയാൾ കഥ എഴുതുകയാണ്. മോഹൻലാലിന്റെ സിനിമ മാനെ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിലിങ്ങനെയാണ് കളിക്കുന്നത് മോഹൻലാൽ. അപ്പോൾ ഈ മാനിന്റെ രൂപത്തിൽ, മൃഗത്തിന്റെ രൂപത്തിൽ 3 വിരൽ, നമ്മുടെ പെരുവിരലും നടുവിലുള്ള 2 വിരലും, എന്നിട്ട് 10 പ്രാവശ്യം നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഭസ്മം കുഴയ്ക്കുക. എന്നിട്ട് ഏറ്റവും ചുരുങ്ങിയ 5 സ്ഥലത്തെങ്കിലും ഭസ്മധാരണം നടത്തുക. ഓം ഈശാനായ നമഃ, ഓം തൽപുരുഷായ നമഃ, ഓം അഘോരായ നമഃ, ഓം വാമദേവായ നമഃ. ഇടത്തെ കൈമിലാക്കുക. ഓം സദ്യോജാതായ നമഃ. 5 സ്ഥലത്ത്. സ്ത്രീകൾ കഴുത്ത് തൊട്ടാൽ മതി. പുരുഷന്മാർ ഒരിക്കലും കഴുത്ത് തൊടേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ ശരീരത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അവർ കഴുത്തിൽ തൊട്ടാൽ മതി. പുരുഷന്മാർ നെഞ്ചത്ത് തൊടുക. ഭസ്മം രാവിലെ കുഴച്ച് സകല നീർക്കെട്ടും ഇല്ലാതാവും ഭസ്മധാരണം കൊണ്ട്. സന്ധികളിൽ ഭസ്മം ധരിക്കുന്നതിന്റെ ശാസ്ത്രീയമായ ഒരു കാര്യം, എല്ലാ നീർക്കെട്ടും ഇല്ലാതാവും. ഭസ്മം നല്ലതായിരിക്കണം കേട്ടോ. അങ്ങനെ ഭസ്മധാരണം നടത്തിയതിനു ശേഷം നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഭക്ഷണമൊക്കെ കഴിക്കാം അല്ലേ? അതിനൊക്കെ മന്ത്രങ്ങളുണ്ട്. എല്ലാ മന്ത്രവും പഠിക്കാനാവോ? ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, ഈശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം, അല്ലയോ ഈശ്വര, ഇന്നെനിക്ക് ഈ ഇഡ്ഡലിയും സാമ്പാറും തന്നു, നാളെയും തരണേ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നൊന്ന് പ്രാർത്ഥിക്കുക മനസ്സൊരുക്കി. എന്നിട്ട് അതിനെ വന്ദിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അല്ലാണ്ട് ഇഡ്ഡലിയും സാമ്പാറും എടുത്തു വെച്ച് കാലങ്ങ് അട്ടത്ത് വെച്ച് ടിവിയും തുറന്ന്, അതല്ല, അങ്ങനെ പരിപാടിയില്ല. അത് പാടില്ല. ഭക്ഷണത്തെ നിന്ദിക്കരുത്. കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ ഫോൺ ഓണാക്കിയിട്ടാ. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ലേ കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ? എല്ലാ കുട്ടികളും പട്ടിണി കിടന്ന് ചത്തുകയും. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ആ കുട്ടികൾ വലുതായിട്ടല്ലേ ഇപ്പൊ മൊബൈൽ ഫോണും മറ്റേ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഫോൺ കൊടുത്തുകൊണ്ട് ഭക്ഷണമായിട്ട് ബന്ധപ്പെടുത്തരുത്, ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തരുത്. അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശ്വരനൊന്ന് പ്രാർത്ഥിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കരുത്. ഫോൺ വന്നു കഴിഞ്ഞാൽ അതെടുക്കരുത്. ഫോണിൽ നല്ല
അല്ലാണ്ട് തന്നെ ഡൈനിങ് ടേബിളിൽ കാണിക്കുന്ന ഒരു ടേബിൾ മര്യാദ ഉണ്ടല്ലോ, തീന്മേശയിലുള്ള മര്യാദ, ടേബിൾ മാനർ എന്ന് പറയും അല്ലേ, മാനേഴ്സ്, ഡൈനിങ് ടേബിളിലുള്ള. അപ്പോൾ അത് കാണിക്കണം. സംസാരിക്കരുത്. ഭക്ഷണം ഏകാഗ്രമായിട്ട് കഴിക്കുക, ഭക്ഷണത്തിൽ നോക്കുക, ശ്രദ്ധിക്കുക. ഈ കഴിക്കുന്നത് അന്നരൂപിണിയായ ഈശ്വരനെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കഴിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ ഈ ഒരു ചൈതന്യത്തിന് വേണ്ടി ഞാൻ പല്ല് തേച്ചു. ഈ ചൈതന്യമുള്ള ഈ ശരീരത്തെ കൊണ്ടുപോയി പല്ല് തേപ്പിച്ചു, മുഖം കഴുകി, കുളിപ്പിച്ചു കൊണ്ടുവന്നു. ഇതിന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ട് ആ ചൈതന്യത്തിന് പറ്റിയ ഭക്ഷണമേ കൊടുക്കാവൂ. ഈ ചൈതന്യം പോയാൽ നമ്മൾ ആരായി? ശവമായി. ഈ ചൈതന്യം ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ശിവനാണ്. ശിവോഹം, ശിവനായി തീരുക. ഞാൻ ശിവനാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ചൈതന്യമാണ് ഈശ്വരൻ. ഇതിനെ തേടി ഇങ്ങനെ അലയേണ്ട ആവശ്യമില്ല അല്ലേ? 41 ദിവസം വ്രതമെടുത്ത് 18 മല ചവിട്ടി 18 പടി കയറി കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നൊക്കെ പറഞ്ഞ് 18 പടിയും കയറി ശബരിമലയിൽ ധർമ്മശാസ്താവിന്റെ മുകൾ ഭാഗത്തെത്തുന്ന സമയത്ത് എന്താണ് കാണുന്നത്? തത്വമസി. നീ ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാവുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നത്. സത്യത്തിൽ കൊല്ലത്തിൽ പോയിട്ട് ഇല്ല, ഒരു പ്രാവശ്യം പോയിട്ട് മനസ്സിലായാൽ ഓക്കെ. ഇത് പഠിപ്പിക്കലാണ് സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം അല്ലേ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടിയിൽ ഞാൻ പോയി നോക്കിയാൽ എന്നെ കാണാം, വേറൊരാൾ പോയി നോക്കിയാൽ അയാളെ കാണാം, പൂച്ച പോയി നോക്കിയാൽ പൂച്ചനെ കാണാം. എല്ലാം ഈശ്വരന്റെ സൃഷ്ടികളാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഈശ്വരന്റെ ചൈതന്യമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദനോട് ചോദിച്ചത്, ഹിരണ്യകശിപു, നീ പറയുന്ന നാരായണൻ എവിടെയാണോ? നാരായണൻ തൂണിലും തുരുമ്പിലും ഉണ്ടച്ച. ഈ തൂണിലുണ്ടോ? ഈ തൂണിലുമുണ്ട്. ഗംഭീരം ഗതയ കയ്യിലുണ്ടോ? എന്നെ കൊണ്ടൊന്നു കൊടുത്തു. തൂണ് പൊട്ടിപ്പിളർന്ന് നരസിംഹാവതാരമാണ് വന്നത് അല്ലേ? നമുക്കറിയാം. അപ്പോൾ എല്ലാ ചരാചരങ്ങളിലും, സർവ്വചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്. നമ്മൾ പറയും ചലിക്കുന്നത്, ചലിക്കാത്തത്. ചലിക്കുന്നതായതുകൊണ്ട് തെങ്ങിനും മാവിനും കവുങ്ങിനും ഒക്കെ ജീവനുണ്ട്. കാരണം എന്താണ്? അത് ചലിക്കുന്നതാണ്, അതിന്റെ കോശങ്ങൾക്ക് ജീവനുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അജരമായിട്ടുള്ള ചലിക്കാത്ത വസ്തുക്കൾ, കല്ലിന്റെ ഉള്ളിൽ എന്താണുള്ളത്? കല്ല് തന്മാത്ര കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ തന്മാത്രയ്ക്കുള്ളിൽ ആറ്റമാണുള്ളത്. ആ ആറ്റത്തിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണുള്ളത്. ഈ ഇലക്ട്രോൺ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചലനമില്ലാത്ത ഏത് വസ്തുവുണ്ട് ലോകത്തിൽ? അങ്ങനെ വരുമ്പോ ചരാചരം എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ല. മുഴുവൻ ലോകവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശ്വരനെ ജപിക്കണം, ഈശ്വരനെ പ്രാർത്ഥിക്കണം. അങ്ങനെ അതിനുശേഷം അല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കണ്ട് ഒരു ചെറിയ കുട്ടി ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച അവസാനം ഒരു വണ്ടിനെ കൂടി കഴിച്ചിട്ട് തൊണ്ടയിൽ വണ്ടായി പോയിട്ട് ആസ്പത്രി കൊണ്ടുപോയി ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി ശ്രദ്ധാദേവിയെ ഉപാസിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ടാവും. ഒന്ന് കാല് തൊട്ട് തലയിൽ വെക്കുക. പ്രായമുള്ള അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവും. ഒന്ന് കാല് തൊട്ട് തലയിൽ വെക്കുക. എന്താണ് ഒഴുകി പോകാനുള്ളത്? ഏത് വളയാണ് ഊരി പോകാനുള്ളത്? അഹങ്കാരത്തിന്റെ എല്ലാ സംഗതികളും പോകട്ടെ അല്ലേ? കല്യാണമൊക്കെ ഉള്ള സമയത്ത് ആകെ അച്ഛൻ്റെ അമ്മേനെ കാല് പിടിക്കുക. പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ നിലവിളിയായിരിക്കും. അതുവരെ കാല് പിടിക്കാത്ത ആൾക്കാരെ കണ്ണെന്നൊക്കെ ഇങ്ങനെ. എന്താ കാര്യം? അഹങ്കാരവും ഈഗോ കംപ്ലീറ്റ് ഒഴുകിപ്പോവുക. ഈ അച്ഛൻ്റെ അമ്മയുടെയും ഓരോ കോശം ആണ് ഈ കുട്ടി. പകുതി അമ്മയുടെ കോശം, പകുതി അച്ഛൻ്റെ കോശം. പണ്ടുള്ള ആളുകൾ അർദ്ധനാരീശ്വരൻ, പകുതി ശിവൻ പകുതി പാർവതി. 50% സംവരണം പണ്ടേ ഉണ്ട് സ്ത്രീകൾക്ക്. അർദ്ധനാരീശ്വര സങ്കല്പം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അച്ഛൻ്റെ പകുതി അച്ഛൻ പകുതി അമ്മ, അങ്ങനെയാണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെയും കാലൊക്കെ തൊട്ട് തലയിൽ വെച്ച് ഒന്ന് പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ സംസ്കാരം ഇതാണ്. അച്ഛനെയും അമ്മയും ബഹുമാനിക്കുക, അവരുടെ കാല് തൊട്ട് തലയിൽ വെക്കുക, അവർ പറയുന്നത് കേൾക്കുക. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കാര്യത്തിന് ലക്ഷ്യപൂർത്തി ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവും. രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. കുടുംബ സങ്കല്പത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഓരോരുത്തർ ഓരോ കൊമ്പത്ത് പോയി ബുഫേ പാർട്ടിയായി പോരുത്.
കുടുംബത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് എല്ലാവരും, വീട്ടിലുള്ള മുഴുവൻ ആളുകളും, ആരൊക്കെയുണ്ടോ എല്ലാവരും. അമ്മാമ്മയ്ക്ക് വേറൊരു റൂമിൽ മൂലയ്ക്ക്, അച്ചാച്ചന് അങ്ങ് വേറെ അടുക്കളയിൽ, അല്ലെങ്കിൽ ഓരോരുടെ ഉള്ളിൽ, അച്ഛന് കോലായിൽ പത്രം ഇതൊക്കെ ആയിട്ട്, മോൻ ടി വിയും കണ്ട് ഇവിടെ ഡൈനിങ് ഹാളിൽ. അങ്ങനെയൊന്നല്ല, എല്ലാവരും ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കുക. കുടുംബത്തിൽ ഐക്യമുണ്ടാവണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബം അടിയാണെങ്കിൽ കുടുംബം അല്ലാതെ ചന്തയാണ്. അപ്പോൾ കുടുംബം ഇമ്പമുണ്ടാവണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനം നടത്തുന്ന സമയത്തും നമ്മൾ ഈ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കാൻ വീട്ടിലുള്ള ഗൃഹനാഥ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. രാവിലെ പൂജാമുറിയിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്കണം. ഈ വിളക്കൊന്ന് കോലായി കൊണ്ടുവെക്കണം. രാവിലെ ഒരു 5 തിരിയിടുക. എണ്ണ വാങ്ങാൻ പൈസ ഇല്ലാത്തവരാന്ന് വെച്ചാൽ 2 തിരിയെങ്കിലും ഇടുക. കിഴക്ക് പടിഞ്ഞാറ്. മറ്റേ തിരി എങ്ങനെ ഇടുക? കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക്. 5ാമത്തെ തിരി എവിടെ ഇടും? ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം അല്ലേ? റഷ്യ ഉക്രൈൻ യുദ്ധം എന്നല്ല, ഇതാണ് ചോദ്യം. അപ്പോ 5ാമത്തെ തിരി വടക്കിനും കിഴക്കിനും നടുവിലുള്ള ഈശാന കോണിലിടണം. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ, ഒരേ അകലൊന്നും ഉണ്ടാവില്ല. നമ്മൾ മണ്ടന്മാരായതുകൊണ്ട് കുന്നംകുളത്തുനിന്ന് കുറേ കാലം മുമ്പേ എന്താ പറയുക, ചാല് കയറിയിട്ട് കുറെ വിളക്കുകൾ വന്നു. അതിനെ പിൽക്കാലത്താണ് അത് തെറ്റാണെന്ന് മനസ്സിലായത്. കൃത്യമായ അകലത്തിലാണ് തിരിയേണ്ടത്. നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ വിധിപ്രകാരമല്ല എന്ന് ആചാര്യന്മാർ പ്രചരിപ്പിച്ചതിന് ശേഷം അത് ഒഴിവായി. ഇപ്പം ചാലുള്ള വിളക്ക് കുറവാണ്. പ്ലസ് ആകൃതിയിൽ, കൂട്ടണം ആകൃതിയിൽ ഇടുക. 5ാമത്തെ എന്ത് ചെയ്യുക? വടക്കിനും കിഴക്കിനും നടുവിലിടുക. അതിൽ നിന്നൊരു തിരി എടുത്തു കൊണ്ടുപോയിട്ട് അടുപ്പിൽ കത്തിച്ചാൽ നല്ലതാണ്. അടുപ്പില്ലാത്തതുകൊണ്ട്, ഗ്യാസ് ആയതുകൊണ്ട് ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ മുമ്പൊക്കെ അങ്ങനെയാ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശിവനാണ്. ശിവൻ പോയാൽ നമ്മൾ ശവമായി. അങ്ങനെ തന്നെയാ സംഗതി. ഒരു വള്ളിയെ പോകുന്നുള്ളൂ, പക്ഷെ ശവമായി പോകും. ശിവന് കഴിക്കാനുള്ളതേ കൊടുക്കാവൂ. ഉള്ളിൽ ശിവനാണ്. ശിവനെ കുളിപ്പിച്ചു, ശിവനെ പല്ല് വെപ്പിച്ചു, ശിവനെ പൊട്ട് തൊടിയിപ്പിച്ചു. ശിവന് വേണ്ടി ആ പൗഡർ ഇട്ട് നോക്കാം, ഉള്ളിലുള്ള ചൈതന്യത്തിന് വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം? ഉള്ളിലുള്ള ശിവനാണ് കഴിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ശിവന് പറ്റിയ സാത്വികമായ സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പകുതി ആൾ ഇവിടെ ഇരിക്കില്ല, എണീറ്റ് പോയി കളിയും. അതുകൊണ്ട് ഇന്നത് കഴിക്കണം കഴിക്കരുത് എന്നും പറയാൻ ഞാൻ ആളല്ല. ഇഷ്ടമുള്ളത് കഴിച്ചോളി, പക്ഷേ ഉള്ളിൽ ശിവനാണുള്ളത്, ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുക. പിന്നീട് അത് ശാപമായി മാറരുത്, പാപമായി തീരരുത്. നമ്മളെല്ലാം ഒരു മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ്, അതിൻ്റെ പിന്തുടർച്ചാവകാശികളാണ്. ലോകാവസാനം വരെ, കൽപ്പാന്ത കാലത്തോളം ഈ സംസ്കാരത്തെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന, അതിന് തയ്യാറെടുത്തിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഏതാനും ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, ഒരു ലോട്ടറി അടിക്കാനൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കല്ല അമ്പലത്തിൽ. ഈ സംസ്കാരത്തെ നിലനിർത്തണം. നമ്മുടെ അടുത്ത തലമുറയും ഇങ്ങനെ തന്നെ വേണം. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് രാവിലത്തെ പ്രാർത്ഥനയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ പഞ്ചമഹായജ്ഞത്തിൽ രണ്ടാമത്തത് ദേവയജ്ഞമാണ്. ദേവയജ്ഞം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ അഗ്നിഹോത്രമായിരുന്നു. ഭോപ്പാൽ ദുരന്തമുണ്ടായ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വന്നു, ഒരു ബോക്സ് ന്യൂസാണ്. എന്താണ് ആ ന്യൂസിലുള്ളത്? ഭോപ്പാലിൽ ടൗണിൽ എല്ലാ സ്ഥലത്തും ഈ യൂണിയൻ കാർബൈഡിന്റെ ഈ ഒരു വിഷവസ്തു പരന്നപ്പോഴും രണ്ട് വീട്ടിൽ അത് കയറിയില്ല, വ്യാപിച്ചില്ല. അന്വേഷിച്ച സമയത്ത് അവർ പറയുകയാണ്, പത്രം പറയുകയാണ്, 1982 തോന്നുന്നു, പത്രം പറയുകയാണ്, സ്ഥിരമായി രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം ചെയ്യുന്ന വീടുകളായിരുന്നു. എന്താണ് അഗ്നിഹോത്രം? വിവരിക്കാനാവില്ല. കാരണം എന്താ? നമുക്ക് സമയപരിമിതി ഉണ്ട്. അപ്പോൾ എന്തായാലും നെയ്യ് ഉപയോഗിക്കുന്നു, ചമത ഉപയോഗിക്കുന്നു, മന്ത്രങ്ങളുണ്ട്. അതിൽ ഹോമദ്രവ്യമായി ഔഷധ കൂട്ടുകളാണ് അർപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വായു ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മളിപ്പം ഗണപതി ഹോമം നടത്തിയാൽ എന്താ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്? അന്തരീക്ഷ ശുദ്ധിയാണ്. എല്ലാ ഹോമങ്ങളുടെയും യജ്ഞങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷ ശുദ്ധിയാണ്. രോഗാണുക്കളൊക്കെ ഇല്ലാതാവും. മഹർഷിമാരും മുനിമാരൊക്കെ വലിയ യാഗങ്ങൾ നടത്തി രാക്ഷസന്മാരെ കൊന്നു എന്നൊക്കെ കഥ കേട്ടിട്ടില്ലേ? രാക്ഷസന്മാരെ ആകാശത്തുകൂടി പോയിട്ട് അതിൽ വീഴാന്നോ? കുട്ടൂസരെയും മായാവിയെയും പോലെയുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ സനാതന ധർമ്മികൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അന്തരീക്ഷത്തിലെ മുഴുവൻ അണുക്കളെയും കൊന്നു കളഞ്ഞു. ഔഷധക്കൂട്ടുകൾ കൊണ്ട് ഹോമിച്ചതിന് ശേഷം എന്തുണ്ടായി? അവിടെയുള്ള അണുക്കളൊക്കെ നശിച്ചുപോയി. അപ്പൊ അന്തരീക്ഷ ശുദ്ധിയാണ് എല്ലാ ഹോമങ്ങളുടെയും യജ്ഞങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം.
അതാണ് ദേവയജ്ഞം. ഈ അഗ്നിഹോത്രമാണ് പിൽക്കാലത്ത്, ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഇത് ചെയ്തിരുന്നു. ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ. പിൽക്കാലത്താണ് ജാതിയൊക്കെ വന്നത്. ജാതി വന്നു, അതിനുശേഷം എന്തുണ്ടായി? അയിത്തമുണ്ടായി. ഞങ്ങളെ പാടുള്ളൂ, നിങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായി. ഗീത കേട്ടാൽ കണ്ണു പൊട്ടിപ്പോവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായി. അങ്ങനെ ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ ഇല്ലാതായി പോയത്. പക്ഷെ ആർഷഭാരതം എന്ന് പറയുന്ന ഒരു സംസ്കൃതി ഉണ്ടായിരുന്നല്ലോ. അക്കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും അഗ്നിഹോത്രം രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരുന്നു, സന്ധ്യാവന്ദനം ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ കാണാം, രാമായണത്തിൽ കാണാം. രാമായണത്തിൽ ശ്രീരാമൻ പല പ്രാവശ്യം സന്ധ്യാവന്ദനവും അഗ്നിഹോത്രവും ചെയ്ത് കാണാം. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ധവർ വന്നു. ഉദ്ധവര് ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് പറയുകയാണ് കൃഷ്ണൻ, തേര് നിർത്തു, എനിക്ക് സന്ധ്യാവന്ദനവും അഗ്നിഹോത്രാദി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി. സ്ഥിരമായി ചെയ്തിരുന്നു. അതാണ് ദേവയജ്ഞം. മൂന്നാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ഭൂതയജ്ഞമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളൊക്കെ പേടിച്ചു പോകുന്ന ഭൂതാണോ? അല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമാണ് എന്ത്? ആ പരിപാടിയാണ് ഭൂതയജ്ഞം. അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ബലിക്കല്ലുകളിൽ എന്തിടാറുണ്ട്? നിവേദ്യ ചോറിടുന്നത് കാണാം. അത് ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞത്തിന്റെ ശ്രീഭൂതബലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഭൂതയജ്ഞത്തിന്റെ ബലി വൈശ്വദേവയജ്ഞം എന്ന് പറയും. അപ്പൊ ഭൂതയജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ്? എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുക. നമ്മളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജീവികൾക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മളൊക്കെ 3-4 നേരം അടിച്ചു മാറുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരുപാട് ജീവികൾ കഷ്ടപ്പെട്ടിട്ടാ അല്ലേ? കർഷകന്റെ മിത്രമായ ഞാഞ്ഞൂൽ, പരാഗണവും പരപരാഗണവും നടത്തുന്ന ഷഡ്പദങ്ങൾ, തേനീച്ചകൾ, ഭൂമിയിൽ വലിയ വലിയ മാളങ്ങൾ ഉണ്ടാക്കി ഭൂമിയെ വളക്കൂറുള്ള മണ്ണാക്കി തീർക്കുന്ന നമ്മുടെ എലിവീരന്മാർ, എന്തെല്ലാം ജീവികൾ അധ്വാനിച്ചിട്ടാണ് നമ്മുടെ കീടങ്ങളെയൊക്കെ കൊല്ലുന്നത് അല്ലേ? തവള. അങ്ങനെ എത്രയെത്ര ജീവികൾ അധ്വാനിച്ചിട്ടാണ് ഒരു ധാന്യം ഉണ്ടാവുന്നത്. ആ ധാന്യം പടച്ച തമ്പുരാൻ സഹായിച്ചിട്ട് കേരളത്തിൽ ഒരു ധാന്യം ഒന്നും ഉണ്ടാകുന്നില്ല. അല്പമേ ഉള്ളൂ, 8%. ആവശ്യമുള്ള 100-ൽ 8 ഭാഗമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ആന്ധ്രക്കാരൻ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, വൃത്തിയില്ലാത്ത എന്ന് നമ്മൾ പറയുന്ന ആന്ധ്രയിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ഒക്കെയുള്ള, ബീഹാറിലൊക്കെയുള്ള ആളുകൾ അധ്വാനിക്കുന്ന, അവരുടെ വേർപ്പ് കൊണ്ട് സ്വർണ്ണ മണികളാക്കുന്ന ഗോതമ്പും അരിയും ഒക്കെയാണ് ഇവിടെ വന്ന് നമ്മൾ കഴിക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് ജീവികൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ ജീവികൾക്കൊക്കെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ലേശം ഭക്ഷണം കൊടുക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ് പണ്ടുള്ള ആളുകളൊക്കെ ചോറ് തിന്നുന്ന സമയത്ത് ഒരു ഉരുള ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ആ ഇലയുടെ തുമ്പത്ത് വെക്കും. ഓർമ്മയുണ്ടോ? ഉണ്ട്, ഓർമ്മ ഉണ്ടാവണം. ആ തുമ്പത്ത് വെക്കുന്ന എന്തിനാണ്? ഇലത്തുമ്പത്ത് വെക്കുന്നത് ഭൂതയജ്ഞമാണ്. അത് ചിലപ്പം കാക്കയ്ക്ക് കൊടുക്കും. നമ്മൾ വിചാരിക്കും മരിച്ചുപോയ അച്ഛനോ അച്ചാച്ചനോ വല്യച്ഛനോ ആർക്കോ കൊടുക്കുക. ഭൂതയജ്ഞമാണ്. നമ്മൾ ബലിയിടുമ്പം തന്നെ നടത്തുന്നത് പിതൃബലിയുടെ അടിസ്ഥാനം തന്നെ ഭൂതയജ്ഞമാണ്. ഒന്നുകിൽ പുഴയിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? കരയിൽ മറ്റേതെങ്കിലും ജീവികൾക്ക്, പക്ഷികൾക്ക് കൊടുക്കുന്നു. കാക്ക എടുത്തിട്ടില്ലെങ്കിൽ ചവേലാച്ച എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഭൂതയജ്ഞം. അടുത്തത് പിതൃയജ്ഞമാണ്. 4-മത്തത് പിതൃയജ്ഞം. പിതൃ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുകളും പിതൃക്കളാണ്. പക്ഷേ ഈ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും പിതൃക്കളാണ്. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകളെ, വീട്ടിലെ അച്ഛൻ, അമ്മ, പ്രായമുള്ള ആളുകൾ, ചേട്ടന്മാർ, ചേട്ടത്തിമാർ, ഇവരെയൊക്കെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നതാണ് പിതൃയജ്ഞം. ശ്രദ്ധയോടുകൂടി നോക്കുന്നതാണ് ശ്രാദ്ധം. അല്ലാതെ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുടിവെള്ളം പോലും കൂടി കൊടുക്കാണ്ട് മരിച്ചതിന് ശേഷം വലിയൊരു ഇലയൊക്കെ വെട്ടി വലിയ ഉരുളിയൊക്കെ വെച്ച് വിളിച്ച് കാക്കേനെയൊക്കെ വിളിച്ച് കാക്കേനെ കൂട്ടുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ അമ്മേനെ നോക്കുക, അതാണ് ശ്രാദ്ധം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അച്ഛനും അമ്മയ്ക്കുള്ള, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകൾക്കുള്ള, ഈ അച്ഛനും അമ്മ മാത്രമല്ലല്ലോ കേട്ടോ, അച്ചാച്ചനോ വല്യച്ഛനോ അച്ചാച്ചനോ അച്ചമ്മയോ ഏട്ടനോ ജ്യേഷ്ഠത്തി അമ്മയോ ഒക്കെ ആവാം. അവർക്ക് മരുന്നും ചികിത്സയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനെയാണ് എന്ത് പറയുക? തർപ്പണം എന്ന് പറയുന്നത്. പിതൃതർപ്പണമാണ്. അതൊക്കെ ചെയ്യണം.
അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാലാകാലം ഈ ശാപത്തിൽ നിന്ന് മുക്തരാവാതെ ഗതി കിട്ടാതെ ആയിപ്പോവും. കാരണം എന്താണ്? പകുതി അമ്മയുടെ ശരീരം, പകുതി അച്ഛന്റെ ശരീരമാണ്. അച്ഛനെതിരെ സംസാരിക്കുമ്പോ ശരീരത്തിലെ കോശത്തിന്റെ പകുതി നമുക്കെതിരാവും. അമ്മയ്ക്കെതിരെ സംസാരിക്കുമ്പോ പകുതി കോശം നമുക്കെതിരാവും. അച്ഛനും അമ്മയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ കോശം തീർത്തും എതിരാവും. അവസാനം എന്താവും? മാറാ രോഗം ബാധിച്ച് വെള്ളറങ്ങാണ്ട് എത്തും. അതുകൊണ്ട് അച്ഛന്റെ സൗന്ദര്യവും സംഭാഷണവും അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം ഒന്നും നോക്കണ്ട. നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, നോക്കണം. ഇതൊക്കെ പഴയ കാലം മുതൽ പിന്തുടർന്നു വരുന്ന പിതൃയജ്ഞമാണ്, ഈ ആചാരത്തിന്റെ ഭാഗമാണ്, സനാതന ധർമ്മത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ അടിത്തറയിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ വ്യതിചലിച്ചു പോയത്, ആ വ്യതിചലിച്ചു പോയതിന്റെ ഭാഗമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് നടത്തള്ളുന്ന വൃദ്ധന്മാർ, പാവപ്പെട്ട അമ്മമാർ, അച്ഛന്മാർ ഒക്കെ ഗുരുവായൂർ. അമ്മയമ്മക്കൊന്ന് ഗുരുവായൂർ പോയാലോ? ഓ, ഇത്ര കാലമായി ഗുരുവായൂർ പോയിട്ട്. ഞാനും ഉണ്ട്. കാറിലോ കൊണ്ടുപോകും, അങ്ങോട്ട് കാറിലൊക്കെയാ. ആടെത്തി ഇവനും ഭാര്യ എല്ലാം കൂടി ഒന്ന് തൊഴുത് അമ്മേനെ വരിയിൽ എത്തിപ്പിച്ച് ഇവര് വിട്ടുകളിയാണ്. പോയി നോക്കിയാൽ അറിയാം അല്ലേ? നമ്മളെല്ലാം കണ്ട ആളുകളാ. എത്ര വൃദ്ധന്മാരും വൃദ്ധകളുമാണ് ഗുരുവായൂർ അമ്പല നടയിൽ നടതള്ളപ്പെട്ടിട്ടുള്ളത്. മുസ്ലിങ്ങളുണ്ടോ? ക്രിസ്ത്യാനികളുണ്ടോ? ബുദ്ധമതക്കാർ, ജൈനമതക്കാരൊക്കെ ഉണ്ടോ? ഇല്ല. ജൂതന്മാരുണ്ടോ? ഇല്ല. സനാതന ധർമ്മികളാണെല്ലാം. സനാതന ധർമ്മം. അമ്പലത്തിൽ 4 നേരം 3 നേരം 2 നേരം പോകേണ്ടി 4 നേരം പോകുന്ന ആൾക്കാരൊക്കെ അച്ഛനെ അമ്മേനൊക്കെ അവിടെ കൊണ്ടുപോയി നടന്നല്ല. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ എല്ലാം സനാതന ധർമ്മത്തിന്റെ പേരുള്ള ആളുകളാണ്. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ ഭൂരിപക്ഷവും 90% സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പേരുള്ള ആളുകളുടെ അച്ഛനമ്മമാരാണ്. എന്തുകൊണ്ടാണ്? പിതൃയജ്ഞം ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് നാളെ വരൂ അല്ലേ? ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പണ്ടൊരു കഥ വായിച്ചത് ഓർക്കുക. എന്താ പറയുന്നത്? ഒരു ചങ്ങായി ജോലിയോ കിട്ടി, അച്ഛൻ വളരെ കഷ്ടപ്പെട്ടു പോറ്റി വലുതാക്കിയതാ. കുറെ കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു. ഒരു ഗംഭീരൻ കുടുംബത്തിൽ നിന്ന് ഒരു ഗംഭീര സ്ത്രീ വന്നു. അച്ഛന് വയസ്സായി, അച്ഛൻ ചുമയ്ക്കാൻ തുടങ്ങി, തുപ്പാൻ തുടങ്ങി. അവരുടെ ഒരു ഗ്രേഡിന് പോരാത്ത ആളായി, സ്റ്റാറ്റസിന് പോരാത്ത ആളായി അച്ഛൻ മാറി. അച്ഛനൊരു കീറപ്പായും ഒക്കെ കൊടുത്തു. അവസാനം ദിവസവും ഈ മകന്റെ ചെവിയിൽ തലയിണ മന്ത്രമായി ഭാര്യ ഇങ്ങനെ പറയുകയാണ്, അച്ഛനെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. ഏതെല്ലാം നല്ല നല്ല ആളുകൾ വരുന്ന അവിടെ. നമ്മൾ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ, ആരെല്ലാം വരുന്നതാ. മാത്രമല്ല നമ്മൾ ചെറിയ ചെക്കനെപ്പോഴും നിങ്ങളെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. എന്തെങ്കിലും മാറാ രോഗം ബാധിച്ചിട്ടുണ്ട്, ഈ ചെക്കനെ കൂടി നമുക്ക് കിട്ടില്ല കേട്ടോ. അച്ഛനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ രാത്രി ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അച്ഛനെ ഒഴിവാക്കാൻ മകൻ തീരുമാനിച്ചു. നിലാവുള്ളൊരു രാത്രി അച്ഛനെ ഒരു സ്ട്രെച്ചറിൽ കയറ്റി. അച്ഛനൊരു ഉന്തി കൊണ്ടുവന്ന വണ്ടിയുണ്ടല്ലോ, സ്ട്രെച്ചർ അല്ലേ, അതിൽ കയറ്റി വീടിന്റെ അപ്പുറമുള്ള മലമുകളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് മകൻ. ചെറിയ മോൻ ഞെട്ടിയാണെന്ന് നോക്കുമ്പോൾ ഈ രംഗം കാണുക. ചെറിയ മോനും വയ്യത്തന്നെ പാഞ്ഞു. മോളിലെത്തി താഴോട്ട് തട്ടാൻ നേരം മകൻ പറഞ്ഞു, അച്ഛാ ആ വണ്ടി താഴോട്ടിട്ടരുത് കേട്ടോ, എനിക്ക് ഭാവിയിൽ നിങ്ങളെ കൊണ്ടുപോകാനുള്ള ആ വണ്ടി തിരിച്ചു കൊണ്ടുവരണേ. ആ അച്ഛനെ ഉന്തിക്കൊണ്ടുപോയ മകന്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അച്ഛനെ തിരിച്ച് അതേ സ്പീഡിൽ പെറുക്കി കൊണ്ടുവന്നു. നല്ല ഡ്രസ്സ് ഇടിപ്പിച്ച്, നല്ല വസ്ത്രം, നല്ല എന്താ പറയുക, നല്ല കിടക്കിയൊക്കെ അച്ഛനെ നന്നായി നോക്കി. ഓള് പിന്നെയും വർത്താനം പറഞ്ഞപ്പോൾ ചില ശിക്ഷാ നടപടികൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരൊച്ചപ്പാടുമില്ല. സന്തോഷ ജീവിതം. ഇത് നാളെ ആവർത്തിക്കും. ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് പിതൃയജ്ഞം ചെയ്യണം. 5-മത്തത് അതിഥി യജ്ഞം. അതിഥി, നമ്മളെ വീട്ടിലൊക്കെ അതിഥികൾ വരും. വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ട് അല്ലേ, 12-ാം തീയതി ബുധനാഴ്ച ഞാനും മക്കളും എല്ലാം കൂടി വരും, ഈയിടെ പോയി കളരുത്, എല്ലാ സാധനവും ഉണ്ടാവണം. കോഴിപ്പീടിയയിലേക്ക് പായും. 3 ദിവസം കൊണ്ട് വളർച്ചയെത്തിയ കോഴി മിണ്ടാനും ചായാനും നിൽക്കാനും ഇരിക്കാനും ഓടാനൊന്നും പറ്റാത്ത പാവം കോഴീനെ അറുത്ത് കൊണ്ടുവന്ന് അത് ശരിയാക്കണം. അപ്പോ അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്ന ആളുകൾ. ഏകാദശി, ദ്വാദശി, ത്രയോദശി,
ചതുർദശി, പഞ്ചമി എന്നൊക്കെ പറഞ്ഞിട്ട്, ഷഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം കലണ്ടറിൽ. 14 തിഥികൾ, 14 തിഥി. ഒരു വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെയുള്ള 14 ദിവസങ്ങളാണ് ഒരു പക്ഷം. പിന്നെ അടുത്തത് ഒരു വെളുത്ത പക്ഷവും മറ്റേ കറുത്ത പക്ഷവും. ഒരു വെളുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരെ 14 കൂട്ടണം 14, 28 ദിവസം. 28 ദിവസമാണ് ചന്ദ്രമാസം. അറേബ്യൻ കലണ്ടർ അതാണ്. അറേബ്യൻ കലണ്ടർ എന്താണ്? ഈ ചന്ദ്രമാസമാണ്. നമ്മളിപ്പം പിന്തുടരുന്നത് എന്താണ്? എന്ത് മാസമാണ്? സൗര മാസമാണ്, സൂര്യനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കലണ്ടറിൻ്റെയൊക്കെ കഥ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കലണ്ടർ ആകെ 10 മാസം ഉള്ളേനു. ജൂലിയസ് സീസർ ഭരിച്ച സമയത്ത് ജൂലിയസ് സീസർ ജൂലൈ എന്ന് പറയുന്ന ഒരു മാസം കൊണ്ടുവന്നു. അഗസ്റ്റസ് സീസർ ഭരിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഒരു മാസം എൻ്റെ വകയും കിടക്കട്ടെ, ആഗസ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ 12 പിന്നെ നിങ്ങൾ നോക്കിക്കോളി. ആദ്യമുള്ള 10 മാസത്തിൽ സപ്ത അംബരം, 7ാമത്തെ മാസം സെപ്റ്റംബർ, സംസ്കൃതമാണ്. സപ്ത അംബരം. അഷ്ട അംബരം ഒക്ടോബർ, നവ അംബരം നവംബർ, ദശ അംബരം ഡിസംബർ. എല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതാണ്. എല്ലാ സാധനവും ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയാണ്. ശ്രീകൃഷ്ണന്റെ കിരീടത്തിലുണ്ടായിരുന്ന സ്യമന്തകമണി, പ്രസേനജിത്തിന്റെ കൊലപാതകമൊക്കെ അറിയാമല്ലോ, മഹാഭാരതത്തിലെ കഥയാണ്. അപ്പൊ ആ സ്യമന്തകമണി ഒരുപാട് കാലത്തിന് ശേഷം എന്ത് ചെയ്തു? വിക്രമാദിത്യ മഹാരാജാവിന്റെ കിരീടത്തിലുണ്ടായിരുന്നു. സ്യമന്തകമണിയായി തന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഷാജഹാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായ സമയത്ത് അദ്ദേഹത്തിന്റെ കിരീടത്തിലുണ്ടായിരുന്നു. കോഹിനൂർ രത്നമാണ് എന്നാണ് അപ്പോഴത്തെ പേര്. പിന്നീട് ബ്രിട്ടീഷുകാർ അടിച്ചു കൊണ്ടുപോയി. എവിടെയാണ്? ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുവിധം സാധനമൊക്കെ അങ്ങനെ കൊണ്ടുപോയതാ. ചന്ദ്രന്റെ യാത്രാപഥത്തിൽ 27 നക്ഷത്രങ്ങളുണ്ടെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസ് ആണ് കണ്ടുപിടിച്ചതെന്നാണ്. 1600 വർഷങ്ങൾക്ക് മുമ്പ് വിക്രമാദിത്യ മഹാരാജാവിന്റെ ചരിത്രം എഴുതിയ അയസ്തംഭം, ഇരുമ്പ് സ്തംഭം, ഒരിക്കലും തുരുമ്പ് പിടിക്കാത്തത് ഡൽഹിയിൽ കാണുന്നു. അപ്പൊ 1600 കൊല്ലം മുമ്പ് തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പ് കണ്ടുപിടിക്കാനുള്ള ശേഷി ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ 200 കൊല്ലം മുമ്പാണ് യൂറോപ്യൻസ് അത് കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? യൂറോപ്യൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. വിമാനശാസ്ത്രം, ഭരദ്വാജ മഹർഷി എഴുതിയിട്ടുള്ള വിമാനശാസ്ത്രം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. അവരാണ് ഇതിന്റെ ശാസ്ത്രമൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി. അറബികൾ അക്കങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി. അതിനൊക്കെ എന്താ പേരിട്ടു? അറബി അക്കങ്ങൾ പേരിട്ടു. അവസാനം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. നമുക്ക് 0 തന്നു. 0 അല്ലേ അക്കം ഉണ്ടാകുമോ? ഏതെങ്കിലും അക്കം ഉണ്ടാകുമോ? 9 വരെ എങ്ങനെ കളിക്കുക? 0 അല്ലെങ്കിലും അക്കങ്ങൾ ഉണ്ടാകുമോ? അപ്പൊ 0 ഉള്ളത് കൊണ്ട് മറ്റക്കങ്ങളും ഇവിടെ തന്നെയാണ്. പൈത്തഗോറസിന്റെ കർണം സ്ക്വയർ പ്ലസ് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നൊക്കെയുള്ള സൂത്രവാക്യം ഉണ്ടാവുന്നതിന് എത്രയോ കാലം മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു കണക്കൊക്കെ. ആര്യഭടനും വരാഹമിഹിരനും എല്ലാം തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് വേറെയാ. കാരണം മെക്കാളെ പ്രഭു ഉണ്ടാക്കിയിട്ടുള്ള അതേ വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് വേറെയാ. ഇപ്പൊ കുറേശ്ശെ മാറ്റമുണ്ട്. നമ്മളൊക്കെ പഠിച്ചത് വേറെയാണ്. അപ്പോ അതിഥി യജ്ഞം, തിഥി നോക്കാതെ വീട്ടിൽ വരുന്ന ആളാണ് അതിഥി. തിഥിയൊന്നും നോക്കൂല, പെട്ടെന്നായിരിക്കും കടന്നു വരിക. അയാൾ നമ്മൾ എന്ത് ചെയ്യണം? ആചരിച്ച് ഉപചരിച്ച് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പറഞ്ഞേക്കണം. അതാണ് അതിഥി. അല്ലാണ്ട് മുൻകൂട്ടി കത്തയച്ചോ വാട്സപ്പ് മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചറിയിച്ചോ വരുന്ന ആളല്ല. അത് അതിഥിയല്ല. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. ഇങ്ങനെ 5 പഞ്ചമഹായജ്ഞങ്ങൾ, 5 യജ്ഞങ്ങൾ. ഈ 5 യജ്ഞങ്ങൾ നിർബന്ധമായും എല്ലാ സനാതന വിശ്വാസികളും പാലിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബസങ്കല്പത്തിലേക്ക്, പഴയകാല കുടുംബസങ്കല്പത്തിലേക്ക് തിരിച്ചു പോകണം. പഴയകാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കുട്ടികൾക്ക് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയാൻ കുടുംബങ്ങളിൽ ആളുകളുണ്ടായിരുന്നു. അവരെ കഥ പറഞ്ഞ് തലയിൽ പേനെടുക്കുന്ന സമയത്ത്, തലയിൽ മെല്ലെ വിരലോടിക്കുന്ന സമയത്ത് അവർക്ക് കഥ പറഞ്ഞു കൊടുത്ത്, ഉണ്ണിക്കഥകൾ പറഞ്ഞു കൊടുത്ത്, പുരാണ കഥകൾ പറഞ്ഞു കൊടുത്ത്, കൃഷ്ണന്റെയും കുചേലന്റെയും സൗഹൃദത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത്, ശ്രീരാമന്റെയും ഗുഹന്റെയും സൗഹൃദത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് അവരെ ഉറക്കാൻ മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഇന്നുള്ള മുത്തശ്ശിമാർ അധികവും വൃദ്ധസദനത്തിലാണ്. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും വലിയ അടുപ്പൊന്നും ഉണ്ടാകില്ല. ഒരുവിധം വീട്ടിലൊക്കെ ഈ TV തുറന്ന് സീരിയൽ കാണുന്നതുകൊണ്ട് ഒരു കഥയുണ്ടാകില്ല. വൈകുന്നേരം തുടങ്ങും പരിപാടി, എപ്പോഴത് അവസാനിക്കുകയെന്ന് നമുക്ക് തന്നെ അറിയില്ല.
ഏതെങ്കിലും ഒരു സീരിയലിൽ സനാതന ധർമ്മത്തിന്റെ പേരുള്ള കഥാപാത്രങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? രാത്രി കിടക്കുന്ന സമയത്തും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ഏറ്റവും മുന്തിയ സാരി ഉടുത്ത് മേക്കപ്പ് ഇട്ട് കിടന്നുറങ്ങുന്ന, ഷൂ ഉണ്ടെങ്കിൽ ഷൂ അടക്കിട്ട് കിടന്നുറങ്ങുന്ന കഥാപാത്രങ്ങൾ, വീടുകളിലൊക്കെ അന്തഛിദ്രം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കഥകൾ. അതിനു പകരം ഏതെങ്കിലും ഒരു രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ ഏതെങ്കിലും ഒരു കഥാസന്ദർഭം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വീടുകളിൽ ആരാണുള്ളത്? അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും പാഠശാലകൾ തുടങ്ങണം. ഈ ദൗത്യം ആരേറ്റെടുക്കണം? ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കണം. കഥ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ആ രംഗങ്ങളൊക്കെ സീരിയലുകൾ കൈയടക്കിയിരിക്കുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണം? എല്ലാ ക്ഷേത്രങ്ങളും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പാഠശാലകൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക്, അമ്മമാർക്ക് എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. കുട്ടികളുടെ നമ്മളിപ്പോൾ നാമം ജപിക്കുമല്ലോ വൈകുന്നേരം പല സ്ഥലത്തും നാമജപമൊന്നുമില്ല, വിളക്ക് കത്തിച്ചാൽ ഒന്നുമില്ല പരിപാടി. വിളക്ക് കത്തിച്ചാൽ നാമം ജപിക്കണം. ഒന്നുമില്ലെങ്കിൽ ഇതിപ്പം ഗംഭീരമായിട്ട് പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് ജപിച്ചാൽ മതി. അറിയുന്നത്, ഇതിന് പ്രത്യേക കോഴ്സൊന്നും വേണ്ട. അത് പഠിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് അറിയുന്നത് ചെയ്യുക. അങ്ങനെ നാമം ജപിക്കുന്ന സമയത്ത് രാമനാമമോ അല്ലെങ്കിൽ വിഷ്ണു നാമമോ ശിവന്റെ നാമമോ ഏതെങ്കിലും ഒരു ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട നാമജപം വീടുകളിൽ നിർബന്ധമാക്കണം. കൂട്ടപ്രാർത്ഥന നടത്തണം. വൈകുന്നേരം എല്ലാവരും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരുമിച്ച് ജപിക്കണം. ഒരു കുറവും വിചാരിക്കാനില്ല. ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല, ഞാൻ അതിനൊന്നും കുട്ടികൾ കളിച്ചോളും. കുട്ടികളെ പരിപാടി അല്ലത്. കുട്ടികൾക്കല്ല കൂടുതൽ വേണ്ടത്, മുതിർന്ന ആളുകൾക്കാണ്. കുട്ടികളെക്കാൾ കൂടുതൽ ഈ ഈശ്വരന്റെ അനുഗ്രഹം വേണ്ടത് ആർക്കാണ്? മുതിർന്ന ആളുകൾക്ക്. എല്ലാവരും കൂട്ടമായിരിക്കണം. കൂട്ടമായിരുന്ന് എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അങ്ങനെ കൂട്ടമായി നാമം ജപിക്കുന്ന കുടുംബത്തിൽ ഐക്യമുണ്ടാകും. നമ്മുടെ ധർമ്മത്തിന്റെ കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുമ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോവില്ല. അല്ലേ? MBBS പഠിക്കുന്ന ഒരു കുട്ടിയോട് മറ്റൊരു കുട്ടി ചോദിച്ചു, നിങ്ങളെ ദൈവമൊക്കെ എന്ത് ദൈവാടോ? മര്യാദയ്ക്ക് ഡ്രസ്സും ഇല്ല, വടിവാളും കൊടുവാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, നാവ് താഴോട്ട് തൂങ്ങി, തേറ്റ ബീഭത്സമായ, അല്ലേ, ഒരുപാട് തലയോട്ടികളുടെ മാല കഴുത്തിൽ. ഇത് കണ്ടാൽ തന്നെ പേടിയായില്ലേ? കണ്ടാൽ ഉറക്കം കിട്ടുമോ? കുട്ടി വിചാരിച്ചു ഉള്ളി തന്നെയല്ലേ പറയുന്നത്, എന്നാ പിന്നെ ഇനി ഒരു പണി ഒരി, അല്ലേ? അങ്ങനെയല്ലേ നടക്കുന്ന നാട്ടില്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ആളുകൾ എന്ത് ചെയ്യണം? അവനവന്റെ കുട്ടികളെ ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ക്ഷേത്രങ്ങളിൽ എല്ലാ കുട്ടികളും ക്ഷേത്രത്തിൽ പോകണം. അമ്മമാര് മുഴുവൻ ക്ഷേത്രത്തിൽ പോകണം. യുവാക്കൾ പോകണം. വിദ്യാർത്ഥികൾ പോകണം. വീട്ടിലെ മുഴുവൻ ആളുകളും ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്ര ദർശനം നടത്തണം. നമ്മുടേത് ആരാധനാലയമല്ല, ദേവാലയമാണ്. ദേവന്റെ ഇരിപ്പിടമാണ്. ആരാധിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല. അപ്പൊ അവിടെ പോകണം. ആ പോയി എനർജി നമ്മൾ സ്വീകരിക്കണം. അതോടൊപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാവണം മുഴുവൻ ആളുകളെയും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കുട്ടിക്ക് ഈ 51 തലയോട്ടിമാല ഇട്ടിട്ടുള്ള ആ കൊടുങ്ങല്ലൂരമ്മയുടെ ആ രൂപത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും തത്വവും ഒന്നും അറിയാതെ പോയി, അല്ലേ? തിരുവനന്തപുരത്തുള്ള അശോകൻ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ജീവിതത്തിൽ ഒരു തെറ്റാണ് പറ്റിയത്. എൻ്റെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചില്ല. എൻ്റെ മകളെ ഒരു ദിവസമെങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയില്ല. അതുകൊണ്ട് മകൾ എവിടെയാണുള്ളത്? സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ തൂക്കുകയർ കാത്തു കിടക്കുകയാണ്. എന്തിന്? അല്ലേ? ലോകത്തിലെ സർവ നികൃഷ്ട ചിന്താഗതിയോടും മാനിഷാദ, അരുത് കാട്ടാള എന്നുച്ചരിച്ചുകൊണ്ട് മാനിഷാദ പ്രതിഷ്ഠാം ത്വമകം ശാശ്വതി സമാ യത് ക്രൗഞ്ചം ഇതിനാ വേഗം അവധി കാമമോഹിതം എന്ന് പറഞ്ഞിട്ടുള്ള രത്നാകരൻ വാത്മീകിയായി തീർന്ന ഈ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ത് പഠിക്കാനാണ്? ഒരൊറ്റ മന്ത്രത്തിലൂടെ സ്വരാക്ഷരത്തെയും വ്യഞ്ജനാക്ഷരത്തെയും തന്നിട്ടുള്ള ഈ ഒരു ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് മാറി എന്ത് പഠിക്കാനാണ്? എവിടെ നിന്ന് പഠിക്കാനാണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അല്ലേ? ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് ഇപ്പോഴുള്ള വർത്തമാനം. കാരണം ഗോവിനും ബ്രാഹ്മണനും സുഖം ഭവിക്കട്ടെ. ആരാണ് ഗോവ് എന്ന് പറഞ്ഞാൽ പശു എന്നുള്ള അർത്ഥം മാത്രമൊന്നുമല്ല. ഗ്രഹങ്ങൾക്ക് ഗോവ് എന്ന് പറയും, ഭൂമിക്ക് ഗോവ് എന്നാണ് പറയുക.
ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ട് നടക്കുന്ന ആളല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്, അധ്യാപകരാണ്, ഈ രാജ്യത്തെ നയിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. അവരൊക്കെ ബ്രാഹ്മണരാണ്. ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരും നമ്മുടെ നാടിന്റെ സുരക്ഷയൊരുക്കുന്ന പോലീസുകാരും ക്ഷത്രിയന്മാരാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടവരും എന്ന് പറയുന്ന തരത്തിലുള്ള മുഴുവൻ കച്ചവടക്കാരും വ്യാപാരികളും ആരാണ്? വൈശ്യന്മാരാണ്. നമുക്കൊക്കെ ഇത്രയും ആളുകൾക്ക് തിന്നാൻ വേണ്ട, കഴിക്കാൻ വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്ന മുഴുവൻ ആളുകളും ശൂദ്രന്മാരാണ്. അതാണ് ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഷഃ. ശ്രീകൃഷ്ണൻ പറയുകയാണ്, ചാതുർവർണ്ണ്യം ഞാനാണ് ഉണ്ടാക്കിയത്. എങ്ങനെ? ഗുണകർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വരിക്കുന്നതാണ് വർണ്ണം, സ്വീകരിക്കുന്നതാണ് വർണ്ണം, ജന്മന ഉണ്ടാവുന്നതല്ല. അങ്ങനെയാണെങ്കിൽ രാവണൻ ബ്രാഹ്മണനായി നിലനിൽക്കേണ്ടിയിരുന്നു. ക്ഷത്രിയനായ രാമൻ ബ്രാഹ്മണനായ രാവണനെ കൊല്ലേണ്ടിയിരുന്നില്ല. പരകളത്ര ദർശനം, അന്യന്റെ ഭാര്യയെ നോക്കി എന്നതുപോലും തെറ്റായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്യന്റെ ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നതാണ് ആർക്കുണ്ടായ തെറ്റ്? രാവണന്റെ തെറ്റ്. അതിനുള്ള ശിക്ഷയാണ് കിട്ടിയത്. 20 കൈകളും 10 തലയുമുള്ള രാവണൻ. 10 തലയുണ്ടോ? 10 തലയുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ വിശ്വസിക്കരുത്. കഥയായി തന്നെ കാണണം. രാവണൻ 10 ആളുടെ ബുദ്ധിയുള്ള ആളായിരുന്നു. സകല കലയിലും പ്രാവീണ്യം നേടിയ ആളായിരുന്നു. നന്നായി വീണ വായിക്കുമായിരുന്നു, മണ്ടോദരി നൃത്തം ചെയ്യുമായിരുന്നു. ഭാര്യ. അങ്ങനെയുള്ള രാവണനെ ഒരു തലയും ഒരു 2 കൈയും മാത്രമുള്ള രാമൻ വന്ന് കൊല്ലുന്നത് രാമന്റെ ഭാഗത്താണ് ധർമ്മം എന്നുള്ളത് കൊണ്ടാണ്. 5 പേരാണ് പാണ്ഡവർ, അവരുടെ ഭാഗത്താണ് ധർമ്മം എന്നുള്ളത് കൊണ്ടാണ് 101 പേരുണ്ടായിട്ടും ലോകൈക വിക്രമന്മാരായിട്ടും കൗരവന്മാർ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ ധർമ്മത്തിനാണ് വിജയമുണ്ടാവുന്നത്. ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ക്ഷേത്രവും നമ്മൾ കാത്ത് രക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ രക്ഷിക്കും. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ മുഹമ്മദ് ഗസ്നി ആക്രമണം നടത്തിയപ്പോൾ 10,000-കണക്കിന് പേര് അവരുണ്ടായിരുന്നു. അവിടുത്തെ പൂജാരി പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, നമശിവായ നമശിവായ ജപിച്ചോളൂ. മഹാദേവൻ ചാടി വീണ് എന്ത് ചെയ്യും? ശൂലം കൊണ്ട് കുത്തിക്കൊല്ലും എല്ലാവരെയും. വന്നത് ഏതാനും ചില പടയാളികളാണ്. 100 കണക്കിന് വന്ന പടയാളികൾ 10,000-കണക്കിന് വരുന്ന ഈ ഭക്തന്മാരെ ഓരോരുത്തരെയായി കണ്ണ് ചിമ്മി നമശിവായ ജപിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ തലയൊക്കെ വെട്ടി, പൂജാരിയുടെ തല വെട്ടി ശിവലിംഗത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. ആ ക്ഷേത്രം അന്ന് തകർത്ത ക്ഷേത്രമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്, പുനരുദ്ധരിച്ച് ഉദ്ഘാടനം ചെയ്തത്. അപ്പോ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കണം. അതിനാണ് എല്ലാ ദേവതമാരുടെയും കൈകളിൽ ഒരുപാട് ആയുധങ്ങൾ. അല്ലാണ്ട് പടച്ചനെന്തിന് ആയുധം? അത് നമ്മളെ കാണിച്ചു തരികയാണ്. എന്തിന്? അധർമ്മത്തിനെതിരെ നിലനിൽക്കണം. ഇപ്പോ സമകാലീന സാഹചര്യത്തിൽ ഏറ്റവും വലിയ അധർമ്മം എന്ന് പറയുന്നത് എന്താണ്? മയക്കുമരുന്നാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ മയക്കുമരുന്ന് ലോബിയുടെ കെണികളിൽ പെട്ടുപോവുകയാണ്. അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. മിക്കവാറും വീടുകളിലുള്ള രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടിയാണ്. ഓനെന്ത് പറയൂ? അടച്ചോനെ പോയി തലവെച്ച് കളിയോ, ട്രെയിനിന് നാട് വിട്ടു പോവുകയോ, തൂങ്ങി മരിക്കുകയോ, അങ്ങനെ ഇത്യാദി ഭയാശങ്കകളിലാണ് പല വീട്ടുകാരും. അങ്ങനെ ഒരു ഭയാശങ്കയുടെ ആവശ്യമില്ല. ചെറുപ്പകാലം മുതൽ ധർമ്മിഷ്ഠരായി വളർത്തുക. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല ധർമ്മബോധ. പ്രജ്ഞാനന്ദ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് കടന്നുപോയ അദ്ദേഹത്തിനെയൊക്കെ കണ്ടില്ലേ? വലിയ കുറിയും തൊട്ടാണ് ആ ചാമ്പ്യൻഷിപ്പിലേക്ക് അദ്ദേഹം പോയത്. നമ്മളൊക്കെ പരിപാടി എന്താ? വീട്ടിൽ നമ്മൾ നല്ല ഭക്തിയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്ന് ഒരു ചന്ദനത്തിരിയോ കത്തിച്ച് അഭ്യാസം കളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്നാൽ എന്ത് ചെയ്യും? അച്ഛനോട് പോയി മോനെ, അച്ഛൻ ടോയ്ലറ്റിൽ പോയി. കാരണം ചെയ്യുന്ന ഇയാൾക്കും അറിയാം, മോനും അറിയാം എന്തോ വേണ്ടാത്തെന്താണ് ചെയ്യുന്നത്. അറിഞ്ഞൂടാ. അവനവൻ ചെയ്യുന്ന കർമ്മത്തെ ആത്മാഭിമാനത്തോടു കൂടി ചെയ്യാൻ, അത് വിശ്വസിക്കാനുള്ള പ്രാപ്തി നമുക്കില്ലാതായിപ്പോയി. അതുണ്ടാവണം. കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് വൈകുന്നേരം വിളക്ക് വെച്ച് എല്ലാവരും കൂടി നാമം ജപിക്കുന്നത്. ഹരേ രാമ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.
ചോദിച്ചാൽ പോരെ? എല്ലാവർക്കും അറിയാമല്ലോ, രണ്ടക്ഷരേ ഉള്ളൂ, സംസ്കൃത ക്ലാസ് ഒന്നും കഴിയണ്ട. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരേപോലെ ആയിത്തീരും. സംഗച്ഛദ്വം സംവദത്വം സംഭവ മനാംസി ജാനതാം ദവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ. ഒരേപോലെ ചിന്തിക്കും, ഒരേപോലെ സഞ്ചരിക്കും, ഒരേപോലെ മനസ്സായിത്തീരും. അങ്ങനെ ഐക്യമുണ്ടാവും. അതിനാണ് ഐക്യമത്യ സൂക്തം എന്ന് പറയുന്നത്. അപ്പോ കുട്ടികളും അച്ഛനമ്മമാരും എല്ലാവരും ചെയ്യണം. നാളെ മുതൽ എല്ലാവരും വീടുകളിൽ ഈ മാറ്റം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കുട്ടികളെയൊന്നും നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല. അത്യന്താധുനിക സമൂഹം അങ്ങനെയാണ്. ഓരോരുത്തരും അവരവന്റെ മൊബൈൽ ഫോണുമായി വീടിന്റെ മാളങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ എപ്പോഴാണ് ഇറങ്ങി വരുന്നത് പറയാനാകില്ല. ഏതെല്ലാം ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോഴൊക്കെ അവനെ നിയന്ത്രിക്കാൻ ഈ ധർമ്മം ഉണ്ടാവണം, ഈശ്വര ഭക്തി ഉണ്ടാവണം. ഞാൻ ഈ ധർമ്മത്തിന്റെ ആളാണ്, ഞാൻ വഴിവിട്ട് പോകാൻ പാടില്ല, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നുള്ള ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിൽ മുതൽ തുടങ്ങണം. മയക്കുമരുന്നിന്റെ ലോബികൾ ക്യാമ്പസുകളെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടേത് മാറിക്കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലിനോട് പറയുകയാണ്, നീ പുറത്തിറങ്ങിയാൽ നിന്നെ ശരിയായിക്കൊള്ളടാ. എന്താണ് അവസ്ഥ? അതിൻ്റെ ശരിയും തെറ്റും ഉണ്ടാവും, വ്യാഖ്യാനം ഉണ്ടാവും, അവസ്ഥ മാറുകയാണ്. അപ്പോ ധർമ്മബോധമുള്ള ആളുകളാണെങ്കിൽ, നമ്മളെയൊക്കെ അച്ഛനമ്മമാർ നമ്മളെ അടിച്ചിരുന്നു, വടി കൊണ്ട് അടിച്ചിരുന്നു. ഏതെങ്കിലും ഒരു വടി വാങ്ങി അച്ഛനോ അമ്മയ്ക്കോ തിരിച്ചടി കൊടുത്തിരുന്നോ? ചിലപ്പം ചെയ്യാത്ത തെറ്റിന് വടി വാങ്ങിയിട്ടുണ്ടാവും, തിരിച്ചടിച്ചിരുന്നോ? അച്ഛനെ കത്തിയെടുത്ത് കുത്തിയിരുന്നോ? എനിക്ക് ജന്മം തന്നതിന് ഞാൻ ഈ അമ്മയെ കൊല്ലുകയാണ്. ഒരു മകൻ പ്രഖ്യാപിക്കുകയാണ്, ജന്മം തന്നതിന് കൊല്ലുകയാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? സനാതന ധർമ്മത്തിന്റെ വിശ്വാസികളായ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ധർമ്മത്തിന്റെ പാതയിലേക്ക് നമ്മൾ എല്ലാവരും സഞ്ചരിക്കണം. നമ്മൾ സഞ്ചരിക്കാണ്ട് മറ്റൊരാളെ സഞ്ചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കരുത്. ഒരാളെ നന്നാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ സ്വയം മാതൃകയാവുക എന്നുള്ളത് മാത്രമാണ് വഴി. ശ്രീ രവിശങ്കർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാളെയും നന്നാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ സ്വയം നന്നാവുന്നില്ലെങ്കിൽ സ്വയം മാതൃകയായി നിലനിൽക്കണം. 4 കെട്ട് ബീഡി വലിക്കുന്ന അച്ഛന് മോനോട്, മോനെ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് മോനോട് പറഞ്ഞാൽ മോന്റെ ഉള്ളിൽ എന്തായിരിക്കും ചിന്ത എന്നുള്ളത് മൈക്കിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മാതൃകയായി നിലനിൽക്കുക അച്ഛനും അമ്മയും എല്ലാവരും. ജ്യേഷ്ഠന്മാർ അനിയന്മാർക്ക് മാതൃകയായിരിക്കണം. കുടുംബത്തിൽ നല്ല ചർച്ചകൾ നടക്കണം. എല്ലാ കുട്ടികൾക്കും എന്തും തുറന്നു പറയാനുള്ള വേദികൾ കുടുംബത്തിൽ ഉണ്ടാവണം. എല്ലാ ആശങ്കകളും പങ്കുവെക്കാൻ പെൺകുട്ടികൾക്ക് അമ്മമാരും ആൺകുട്ടികൾക്ക് അച്ഛന്മാരും ആയി തീരണം. സുഹൃത്തുക്കളെ പോലെ ആയി തീരണം. പണ്ടത്തെ പോലെ വടിവാളായിട്ട് വലിയ കത്തിയൊന്നായിട്ട് നിൽക്കണ്ട, സുഹൃത്തുക്കളെ പോലെ. അപ്പോൾ ബഹുമാനത്തോടുകൂടിയുള്ള സൗഹൃദം ഉണ്ടാവും, ബഹുമാനത്തോടുകൂടിയുള്ള സ്നേഹമുണ്ടാവും. അങ്ങനെ ഒരു കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കുന്ന ആ കുടുംബത്തിൽ എന്തുണ്ടാവും? ഐക്യമുണ്ടാവും, ധർമ്മമുണ്ടാവും. അങ്ങനെ ധർമ്മമുണ്ടായാൽ മാത്രമേ ഈ കലികാലത്ത് രക്ഷപ്പെടാൻ കഴിയൂ. ഈ കലികാലത്ത് നമ്മളെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ധർമ്മത്തെ നിലനിർത്തണം, അതിനെ സംരക്ഷിക്കണം. അതിനുള്ള വേദികളായി ക്ഷേത്ര ഉത്സവങ്ങൾ മാറണം. കുറെ പൈസ ഒരുപാട് സ്ഥലത്തുനിന്ന് പിരിച്ച് വെറുതെ കുറെ കാര്യങ്ങളല്ല, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കേണ്ടത്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് നമ്മളെ പൈസയുടെ അനാവശ്യ ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കണം. ഉത്സവാഘോഷങ്ങളൊക്കെ തന്നെ നടത്തണം. നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ക്ഷേത്ര സമിതിക്ക് സാധിക്കണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട അഗതിയായ ഒരു കുടുംബത്തെ ഒരു വർഷത്തേക്കെങ്കിലും ചേർത്ത് പിടിക്കാൻ ക്ഷേത്ര സമിതിക്ക് സാധിച്ചാൽ അതാണ് മാനവ സേവ. സേവ എന്ന് പറയുന്നത് എന്താണ്? മാനവ സേവയാണ്. വെറും ഭക്തി കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഈ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള അതിന് കീഴിലുള്ള വീടുകളിൽ അടുപ്പെരിയുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ബാധ്യത ക്ഷേത്ര കമ്മിറ്റിക്കുണ്ട്. ഈ ക്ഷേത്ര കമ്മിറ്റി എന്ത് ചെയ്യണം? ഇവിടെയുള്ള വിവാഹങ്ങളിലൊക്കെ ഇടപെടണം. ഇവിടെ വീടുകളിൽ മരണമുണ്ടാവുമ്പോൾ അവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകൾ നേതൃത്വം വഹിക്കാനുണ്ടാവണം. മരിച്ചെടുത്തേക്ക് പോരുത്.
കുളിക്കേണ്ടി വരും, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോവുക എന്നുള്ള ചിന്തയൊന്നും പാടില്ല. ജനനം, വിവാഹം, മരണം, ഈ 3 ഘട്ടങ്ങളിലും ക്ഷേത്ര സമിതിയുടെ നേതൃത്വം അതിന് പങ്കാളിത്തം ഉണ്ടാവണം, നേതൃപരമായ പങ്ക് വഹിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ ആളുകളെ ക്ഷേത്രത്തിന്റെ ഈ സമിതിയുടെ കീഴിലാക്കാൻ സാധിക്കൂ. എല്ലാ വീടുകളിലെയും എല്ലാ വിവരങ്ങളിലും നമ്മുടെ ക്ഷേത്ര സമിതിയുടെ കയ്യൊപ്പുണ്ടാവണം, എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം, അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉണ്ടാവണം. അങ്ങനെ ഈ ക്ഷേത്രം നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ധാർമ്മിക പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമായി തീരുമ്പോൾ നമുക്ക് സ്വയം ഒരു ആശ്രയമുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാവും, നമുക്ക് സ്വന്തം അഭിമാനമുണ്ടാവും. എൻ്റെ ക്ഷേത്രം, അല്ലാതെ വെറുതെ ഒരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു ക്ഷേത്ര സമിതിയും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിലെമ്പാടും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ സനാതന ധർമ്മ വിശ്വാസികൾ ഇപ്പോഴും എല്ലാ രേഖകൾക്കും താഴെയാണ്. കോടിക്കണക്കിന് സ്വത്തുള്ള ക്ഷേത്രങ്ങളുണ്ട്, സനാതന ധർമ്മ വിശ്വാസികൾ പലരും പട്ടിണിയിലാണ്. എത്രയോ ക്ഷേത്രങ്ങളുടെ അടിയിൽ എത്രയോ കോടികളുടെ സമ്പത്തടങ്ങുന്ന നിധി കുംഭങ്ങളുണ്ട്. പക്ഷേ സനാതന ധർമ്മ വിശ്വാസികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ജോലിയില്ല, രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള സംവിധാനമില്ല. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോ മറ്റുള്ള ആരെങ്കിലും അത് വെച്ച് നീട്ടിയാൽ അങ്ങോട്ട് പോകാൻ തയ്യാറാവും. വിശക്കുന്നവന് ഭക്ഷണമാണ് ദേവൻ. ഓരോ പ്രദേശത്തും അവിവാഹിതരായ 100 കണക്കിന് ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ക്ഷേത്ര സമിതി അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കണം. നമ്മുടെ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാർക്ക് യോജിച്ച പങ്കാളിയെ കണ്ടെത്തി കൊടുക്കണമെങ്കിൽ അതിന് ക്ഷേത്ര സമിതിക്ക് സാധിക്കണം. അതിനൊരു സംവിധാനം ഉണ്ടാക്കണം, അതിനെപ്പറ്റി ആലോചിക്കണം. അതിന് ഏതെങ്കിലും തരത്തിൽ അവനവന്റെ ഭാഗത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാ യുവാക്കളും ദയവ് ചെയ്ത് തിരുത്തണം, ധാർമ്മികതയുടെ പാതയിലേക്ക് വരണം. ധാർമ്മികതയുടെ പാതയിലേക്ക് വന്നാൽ മദ്യത്തിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നുമൊക്കെ മോചിതരായി നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്വയമേവ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ആരെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ നേതൃപരമായ പങ്കാളിത്തപരമായ പങ്കുവയ്ക്കാൻ നമ്മുടെ ക്ഷേത്ര സമിതിക്ക് സാധിക്കുമ്പോഴാണ് വികസനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അതേപോലെ ഈശ്വരീയമായ ധാർമ്മികതയുടെയും ഒരു ചക്രവാളം ഇവിടെ പുതുതായി പിറക്കാൻ പോകുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ട് പഞ്ചമഹായജ്ഞങ്ങളും ഷോഡശ ക്രിയകളും പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സമയം ഇപ്പോൾ വൈകി, തുടങ്ങാനും നമുക്ക് വൈകിപ്പോയി. അതുകൊണ്ട് ഷോഡശക്രിയകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റേതെങ്കിലും ഒരു അവസരം വരുമ്പോൾ, ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എന്തെല്ലാം ക്രിയകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് സവിസ്തരം പ്രതിപാദിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ തന്നെ സമയമേറെയായി. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച, എന്നെ കേട്ട ഈ പ്രദേശത്തെ നല്ലവരായ ഭക്തജനങ്ങളോട്, നാട്ടുകാരോട് ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്നെ ഈ പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച ഈ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ഇവിടെ സംസാരിക്കാൻ വേണ്ടി എന്നെ സാധിപ്പിച്ച ഈ ക്ഷേത്ര ദേവതമാരോട് അവരുടെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി.